ഹായ് എവരിവൺ, വെൽക്കം ടു കേസ് റാങ്കർ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേരള ഗവർണൻസ് എന്ന് പറയുന്ന ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന ടോപ്പിക്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ കേരള ഗവർണൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നുകിൽ അവസാനത്തേക്ക് മാറ്റി വയ്ക്കുന്ന അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ഇനി വരുന്ന മെയിൻസ് എക്സാമിനേഷനിലൊക്കെ നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഭാഗവും നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കണം. ഇനി ഈ ഭാഗം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കൺസെപ്ച്വൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വിത്ത് എക്സാമ്പിൾസ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ നല്ല കൺസെപ്റ്റുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന, അതുപോലെ തന്നെ നിങ്ങളൊരു ഓഫീസറായിട്ട്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗവൺമെൻറ് സർവൻ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ എന്ന് പറയുന്ന ഭാഗം. ഇനി റീസെൻ്റ് ആയിട്ടുള്ള PSCയുടെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, അത്ര ഫ്രീക്വൻ്റ് ആയിട്ട്, അതായത് ഇതുവരെ PSCക്ക് ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രിലിംസ്, അതായത് കഴിഞ്ഞ പ്രിലിംസിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജ് എക്സാമിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം തന്നെ, അതുപോലെ തന്നെ സിവിക്സിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര റെലവൻ്റ് അല്ലാത്ത ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും സിവിക്സിൻ്റെയും കേസിൽ അത്ര റെലവൻ്റ് അല്ലാതെ പഠിച്ചു പോയിട്ടുള്ള ഹോട്ട് ടോപ്പിക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്ത ഭാഗത്തു നിന്ന് ധാരാളം ചോദ്യങ്ങൾ വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേ ഒരു സിമിലർ അപ്രോച്ച് മെയിൻസിലേക്ക് PSC കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നല്ല സ്റ്റാൻഡേർഡ്, നല്ല ക്വസ്റ്റ്യൻസ്, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡെഫിനറ്റ്ലി നമ്മുടെ നോട്ട്സിൽ ഞാനിപ്പോൾ കോംപ്രിഹെൻസീവ് ആയിട്ട് നിങ്ങൾക്ക് നോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത് ഒരു പക്ഷേ പ്രിൻറ്റഡ് ആയിട്ടുള്ള നോട്ട് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ആ നോട്ട് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ക്ലാസ് കേൾക്കുന്നത്. അപ്പോൾ ആ നോട്ടിൽ ഞാൻ അഡീഷണൽ ആയിട്ട് പറയുന്ന, എക്സ്ട്രാ ആയിട്ട് പറയുന്ന കൺസെപ്റ്റുകൾ അതും കൂടെ രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, അത് നിങ്ങളുടെ എക്സാമിനേഷന് ഡയറക്റ്റ് ആയിട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് വരില്ല. പക്ഷേ ആ കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മൈൻഡിൽ വെക്കുക. കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് അഡീഷണൽ ആയിട്ടുള്ള പോയിന്റുകളൊക്കെ ഒന്ന് നോട്ടിൽ രേഖപ്പെടുത്തി വയ്ക്കുക. നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പോയിന്റുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇവിടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അഗെയിൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. രണ്ടാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ, അതുപോലെ തന്നെ ഇറ്റ്സ് കൺട്രോൾ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ എന്താണെന്നുള്ളത് പഠിക്കണം. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. അത് നമ്മുടെ കേരള ഗവർണൻസിൻ്റെ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ടോപ്പിക്കിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ ഭാഗങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, കാരണം നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ അത്ര കേൾക്കാത്ത അല്ലെങ്കിൽ അത്ര പഠിക്കാത്ത ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു പോകുന്നുണ്ടായിരിക്കും. അതുപോലെ ഈ ഭാഗത്ത് ചില ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തൊക്കെ പഠിച്ചതുകൊണ്ട് ആ ഭാഗം ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, പെട്ടെന്ന് പറഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ രണ്ടും കൂടെ പരസ്പരം ഓവർലാപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രേഴ്സ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഡിസ്ക്രിഷൻ വരുന്നുണ്ട്. ദെൻ കൺട്രോൾ ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ വരുന്നുണ്ട്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ വരുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് വരുന്നുണ്ട്. ദെൻ ഇൻ്റർലിങ്കിങ് 4 തീംസ്, ഈ പറയുന്ന 4 തീമുകൾ വരുന്നുണ്ട്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ വരുന്നുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് വരുന്നുണ്ട്. ഈ പറയുന്ന 4 കൺസെപ്റ്റുകളും തമ്മിലുള്ള ആ ഒരു ഇൻ്റർ റിലേഷനും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. അത് കവർ ചെയ്യുന്നുണ്ട്. ദെൻ റീസെൻ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ കറണ്ട് ഡെവലപ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ ഓരോ ടോപ്പിക്കുകളായിട്ട് നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകണം. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് 3 വിങ്ങുകൾ വരുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം. ഒന്ന് ലെജിസ്ലേച്ചർ വരുന്നുണ്ട്, എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജുഡീഷ്യറി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർട്ടിക്കിൾ 12 പ്രകാരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് 2, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയുന്ന സമയത്ത് അതിൽ 2 വിങ്ങാണ് വരുന്നത്. ഒന്ന് എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്, ലെജിസ്ലേച്ചർ വരുന്നുണ്ട്. ജുഡീഷ്യറി എന്ന് പറയുന്നത് ആസ് പെർ ആർട്ടിക്കിൾ 12 പ്രകാരം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയുന്നത് ജനറൽ പെർസ്പെക്റ്റീവിലാണ്. ആർട്ടിക്കിൾ 12 പെർസ്പെക്റ്റീവിലല്ല. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൽ ഞാൻ 3 ഭാഗങ്ങളെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഞാൻ ആ ക്ലാരിഫിക്കേഷൻ ആദ്യം തന്നെ തന്നത്.
കാരണം നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന പല സമയത്തും നമുക്ക് ജുഡീഷ്യറിയെ കൂടി മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ജുഡീഷ്യറി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റുകൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജുഡീഷ്യറിയെ കൂടി ഈ ഒരു ഭാഗത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഞാൻ വിശാലമായ അർത്ഥത്തിലാണ് ഗവൺമെൻറ് എന്ന് ഈ ഭാഗത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നമുക്കറിയാം ഈ പറയുന്ന പോലെ മന്ത്രിമാർ വരുന്നുണ്ട്, മിനിസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അതായത് എലക്റ്റഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സ് വരുന്നുണ്ട്, പെർമനൻ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സ് വരുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്നതാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പോളിസികൾ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻ്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. സോ ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഇസ് ദി ബോഡി ഓഫ് ദി ലോ ദാറ്റ് ഗവേൺസ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസീസ് ഓഫ് ദി ഗവൺമെൻറ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസീസ് ഓഫ് ദി ഗവൺമെൻറ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സിക്യൂഷൻ ഓഫ് ദി ഗവൺമെൻറ് പോളിസിയാണ്. ഓക്കെ, ഗവൺമെൻറ് പോളിസി ആരാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അവരെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങളെ ഗവേൺ ചെയ്യുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇങ്ങനെയുള്ള ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷൻസിനെ, അവരുടെ റോളിനെ, അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന എന്തെങ്കിലും ഇറഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് വരുന്ന പെനൽറ്റീസ്, പണിഷ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് കൺസെപ്റ്റും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ആരാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്? ഇപ്പോൾ നിങ്ങൾക്കറിയാം IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അപ്പം ആ ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവരെ ഗവേൺ ചെയ്യുന്ന റൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ ഈ കേരള ഗവേണൻസ് പഠിച്ച സമയത്ത് ഏറ്റവും ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന കേരള സർവീസ് റൂൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കേരള സർവീസ് റൂൾ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ദെൻ അതുപോലെ തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ സർ ഐവർ ജെന്നിങ് അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തതാണ്. ദ ലോ റിലേറ്റിംഗ് ടു അഡ്മിനിസ്ട്രേഷൻ ഇറ്റ് ഡിറ്റർമിൻസ് ദി ഓർഗനൈസേഷൻ, പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ഓതോറിറ്റീസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓതോറിറ്റീസ് അവരുടെ ഫംഗ്ഷൻസ്, റോള്, റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ ആ റെസ്പോൺസിബിലിറ്റീസ് അവർ വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റെമഡിയൽ ആക്ഷൻസ് കാര്യങ്ങൾ ഇതെല്ലാം ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തത് ഡീൽസ് വിത്ത് റൂൾ മേക്കിംഗ്, അതായത് ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ. ഇത് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ സിലബസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ റൂൾ അപ്ലിക്കേഷൻ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റൂൾ അഡ്ജുഡിക്കേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത്? ഈ പറയുന്ന 3 കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രീഷൻ അത് നമ്മൾ നമ്മുടെ ഈ ഒരു 3ാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. അവിടെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ ഭാഗമായിട്ട് കവർ ചെയ്ത് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഈ ബാക്കി കാര്യങ്ങളും കൂടെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോന്ന് കണക്റ്റഡ് ആയിട്ട് വരും. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പബ്ലിക് ലോയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കോർ പില്ലേഴ്സാണ്. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസിലും അതുപോലെ തന്നെ പബ്ലിക് ലോസ്, അതായത് പാർലമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ ഇനാക്ട് ചെയ്തിരിക്കുന്ന ലോയുടെ പരിധിയിലോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ആർട്ടിക്കിൾ 14 എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന റൂൾ ഓഫ് ലോയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ റൂൾ ഓഫ് ലോയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് ആർട്ടിക്കിൾ 14 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് റൂൾ ഓഫ് ലോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഏതൊരു കാര്യവും ഇപ്പം ഇന്ത്യൻ സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ, പോട്ടെ നമ്മുടെ കേരള ഗവൺമെൻറ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗമായി കഴിഞ്ഞാലും അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ നടപ്പാക്കുന്ന അവരുടെ ഏതൊരു ആക്ഷൻ എന്ന് പറയുന്നതും ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒരു നിയമത്തിൻ്റെ പിൻബലമില്ലാതെ അല്ലെങ്കിൽ ഒരു നിയമത്തിൽ പറയുന്നത് പോലെ അല്ലാതെ അവരാരും ഒരു കാര്യം ചെയ്യില്ല. ഇതിനെയാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സത്യത്തിൽ ഇവിടെയുള്ള ഭരണം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ അല്ല, മറിച്ച് നിയമത്തിൻ്റെയാണ്. നിയമവാഴ്ച എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിയമത്തിൻ്റെ വാഴ്ചയാണ് ഇവിടെ വരുന്നത് റൂൾ ഓഫ് ലോ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ റൂൾ ഓഫ് ലോ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇനി ഈ റൂൾ ഓഫ് ലോയുടെ കമ്പോണൻസ് ആയിട്ട്
കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കമ്പോണൻസിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ഈ റൂൾ ഓഫ് ലോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 4 പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. ഓക്കെ, 4 പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. 4 പ്രിൻസിപ്പിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, പലപ്പോഴായിട്ടും അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്തും ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരുന്ന സമയത്തും ഈ പറയുന്ന 4 പ്രിൻസിപ്പിൾസും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ 4 പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോയിൻ ചെയ്യുന്നത് പറയുന്നത് A.V. ഡെയ്സിയാണ്. ഓക്കെ, A.V. ഡെയ്സി അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് ഓഫ് ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ദി ലോ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിലാണ് റൂൾ ഓഫ് ലോയുടെ പ്രധാനമായിട്ട് വരുന്ന 3 പ്രിൻസിപ്പിൾസ് അദ്ദേഹം മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. പിന്നെ അതിനുശേഷം ഓക്കെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 4ാമത്തെ പ്രിൻസിപ്പിളും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. 4ാമത്തെ പ്രിൻസിപ്പിൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. A.V. ഡെയ്സിയുടെ കേസ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള 3 പ്രിൻസിപ്പിൾസ് മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ട് വരുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒന്ന് സുപ്രീമസി ഓഫ് ദി ലോ ആണ്. എന്ന് വെച്ചാൽ നിയമത്തിന് അതീതരോ അല്ലെങ്കിൽ നിയമത്തിന് മുകളിലോ അല്ല ആരും, എല്ലാവരും നിയമത്തിന് കീഴെയാണ്. ഓക്കെ, ഇപ്പോൾ റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇപ്പോൾ ആർട്ടിക്കിൾ 14 എടുക്കുകയാണെങ്കിൽ ഇക്വാലിറ്റി ബിഫോർ ലോ വരുന്നുണ്ട്. എന്നാൽ അതേസമയം ആർട്ടിക്കിൾ 15 വരുന്ന സമയത്ത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഓക്കെ, ഇക്വാലിറ്റി ബിഫോർ ലോ അതുപോലെ തന്നെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ആർട്ടിക്കിൾ 14 കേസ് ആദ്യം പറയാം. അപ്പോൾ ആർട്ടിക്കിൾ 14 കേസിലേക്ക് വരുന്ന സമയത്ത് ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നിയമത്തിൻ്റെ മുമ്പിൽ സമന്മാരാണ്, തുല്യരാണ്. എന്ന് വെച്ചാൽ നിയമം നമുക്ക് മുകളിലാണ്, നമ്മളെല്ലാവരും നിയമത്തിന് കീഴെയാണ്. അപ്പോൾ നിയമം നോക്കുന്ന സമയത്ത് നിയമത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും തുല്യരാണ്. എന്ന് വെച്ചാൽ അവിടെ എന്താണ്, അവിടെ റൂൾ ഓഫ് ലോ വരുന്നുണ്ട്, സുപ്രീമസി ഓഫ് ലോ വരുന്നുണ്ട്. എനിക്കും നിങ്ങൾക്കും എല്ലാം മുകളിൽ നിൽക്കുന്നത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ലോ ആണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ലോ ആണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡിനൻസ് വരുന്നുണ്ട്, ബൈ ലോ വരുന്നുണ്ട്, റൂൾസ് വരുന്നുണ്ട്, റെഗുലേഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ട് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിന് താഴെയാണ് സിറ്റിസൺസ് ആയി കഴിഞ്ഞാലും ഗവൺമെൻറ് ആയി കഴിഞ്ഞാലും അതോറിറ്റീസ് ആയി കഴിഞ്ഞാലും മിനിസ്റ്റേഴ്സ് ആയി കഴിഞ്ഞാലും എല്ലാവരും ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന് കീഴിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും, ദർ ഇസ് സുപ്രീമസി ഓഫ് ദി ലോ. ലോ എന്ന് പറയുന്നത് ലോ ഇസ് എബവ് ഓൾ, എല്ലാവർക്കും മുകളിലാണ് നിയമം എന്ന് പറയുന്നത്. ഓക്കെ, നിയമം മൂലം മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ എന്ന് പറയുന്ന സമയത്ത് എല്ലാത്തിനും മുകളിലായിട്ട് നിയമം ഉണ്ടായിരിക്കണം. സോ ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. സുപ്രീമസി ഓഫ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആബ്സെൻസ് ഓഫ് ആർബിട്രറി പവർ. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്, നമ്മൾ പഠിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, സുപ്രീമസി ഓഫ് ലോ ഉണ്ടെങ്കിൽ ആർക്കും അങ്ങനെ ഒരു ആർബിട്രറി ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നിയമത്തിൻ്റെ പിൻബലമില്ലാതെ സ്വന്തം താല്പര്യപ്രകാരം പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓരോരുത്തരും ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ആർബിട്രറി പവർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആർക്കും തന്നെയില്ല. സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, മറിച്ച് നിയമത്തിൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമാണ്. അപ്പോൾ സുപ്രീമസി ഓഫ് ലോയുടെ ഈ 2 കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഒന്ന്, എല്ലാവരും നിയമത്തിൻ്റെ താഴെയാണ് വരുന്നത്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് ആബ്സെൻസ് ഓഫ് ആർബിട്രറി പവർ എന്ന് പറയുന്നത്. അതായത് ആർക്കും തന്നെ എന്ത് വരുന്നില്ല, ഈ രൂപത്തിലേക്ക് ഡിസ്ക്രിഷണറി ആയിട്ട് അല്ലെങ്കിൽ സ്വയം താല്പര്യത്താൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ അതീതമായിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അടുത്തത് ഇക്വാലിറ്റി ബിഫോർ ലോ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ്, രണ്ടാമത്തത് ഇക്വാലിറ്റി ബിഫോർ ലോ വരുന്നുണ്ട്. അതായത് നിയമം എല്ലാവരെയും ഒരേപോലെ കാണും, ആർക്കും നിയമത്തിന് മുമ്പിൽ പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് വരുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 18 എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് അബോളിഷസ് ടൈറ്റിൽസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾ 18 അബോളിഷ് ചെയ്യുന്നുണ്ട്. പ്രത്യേകമായിട്ട് ആർക്കും സ്ഥാനപ്പേരുകളോ സ്ഥാനമാനങ്ങളോ പ്രത്യേകമായിട്ടുള്ള കൺസിഡറേഷനോ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നില്ല. എക്സംഷൻ വരുന്നുണ്ട്, 2 പ്രധാനമായിട്ടുള്ള എക്സംഷൻ, ഒന്ന് എഡ്യൂക്കേഷണൽ ടൈറ്റിൽസ് ആൻഡ് മിലിറ്ററി ടൈറ്റിൽസ്. അതവിടെ ഇരിക്കട്ടെ, അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ് ഈ 2 ടൈറ്റിൽസും. അതല്ലാതെ ബൈ ബർത്ത് അല്ലെങ്കിൽ ബൈ ലെഗസി ആളുകൾ കൊണ്ട് നടക്കുന്ന ഒരു തരത്തിലുള്ള ടൈറ്റിൽസും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗ ചെയ്യുന്നില്ല, ഇൻക്ലൂഡിങ് പത്മ അവാർഡ്സ് പോലും ഒരു ടൈറ്റിൽസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതാണ് ഇവിടെ പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ, അതായത് ഓൾ പേഴ്സൺസ് ഈക്വലി സബ്ജക്റ്റ് ടു ഓർഡിനറി ലോ. എല്ലാവരും ഈ പറയുന്ന നിയമത്തിൻ്റെ അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ കിട്ടും. അടുത്തതാണ് പ്രിഡോമിനൻസ് ഓഫ് ദി ലീഗൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിഡോമിനൻസ് ഓഫ് ദി ലീഗൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ റിസൾട്ട് ഓഫ് ദി ഓർഡിനറി ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ എല്ലാവരുടെയും ഒരു കൺസെൻസിൻ്റെ പുറത്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കാര്യം പോലും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പ്രിയമ്പിളിൽ തന്നെ പഠിക്കുന്നുണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രിയമ്പിൾ ഏറ്റവും അവസാനിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അഡോപ്റ്റ് ആൻഡ് ഗിവ് ടു അവർ സെൽഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യയിലെ ജനങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്യുന്നതും അത് സ്വയം തങ്ങൾക്ക് തന്നെ നൽകുന്നതും. അപ്പോൾ ഈ പറയുന്ന
ഓതോറിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ഡിറൈവിങ് ഓഫ് ദി പവർ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണ് പവർ ഡിറൈവ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫ്രം ദി കൺസെൻസ് ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ പൊതുസമ്മതത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷന് ആ ഒരു പവർ കിട്ടുന്നത്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത് പ്രിഡോമിനൻസ് ഓഫ് ദി ലീഗൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദി റിസൾട്ട് ഓഫ് ദി ഓർഡിനറി ലോ. ഇവിടെ ഓർഡിനറി ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള കൺസെൻസ് ആണ് എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഇതിന് മറ്റൊരു അർത്ഥം കൂടെ വരുന്നുണ്ട്. ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നതും ഈ പറയുന്ന ഓർഡിനറി നിയമങ്ങളിലൂടെയാണ് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ആസ് എ സിറ്റിസൺ, അതുപോലെ തന്നെ ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് ഓരോരുത്തർക്കും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ് വരുന്നുണ്ട്, DPSP വരുന്നുണ്ട്. ഇനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുടെ കേസ് പറയുന്നില്ല, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റിലായി കഴിഞ്ഞാലും DPSPയിലായി കഴിഞ്ഞാലും ഇപ്പോൾ സ്റ്റേറ്റ് നമുക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട, സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കുള്ള ചില അവകാശങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ലഭിക്കാനുള്ള അവകാശം നമുക്ക് വരുന്നുണ്ട്. അത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത്? ത്രൂ ഡിഫറെൻറ്റ് ലോസ് ആണ്, എസ്പെഷ്യലി DPSPയുടെ കേസ്. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റീഷ്യബിൾ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഒരു നിയമത്തിൻ്റെ പിൻബലമില്ലാതെ, സ്വാധീനമില്ലാതെ ബൈ ഡിഫോൾട്ട് അത് അവിടെ എക്സിസ്റ്റ് ചെയ്യും. എന്നാൽ DPSPയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ നിയമം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഡിഫറെൻ്റ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ത്രൂ ഡിഫറെൻറ്റ് ലോസ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഗ്യാരണ്ടി ചെയ്യുന്ന, അതായത് നിയമം ഗ്യാരണ്ടി ചെയ്യുന്ന ആ വ്യവസ്ഥകൾ, അവകാശങ്ങൾ അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൺസെപ്റ്റുകളാണ് റൂൾ ഓഫ് ലോയുടെ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, റൂൾ ഓഫ് ലോയ്ക്ക് ചില കമ്പോണൻസ് വരുന്നുണ്ട്. അതായത് ഒരു രാജ്യത്ത് റൂൾ ഓഫ് ലോ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ രാജ്യത്ത് ചില കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ്. ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം, ഞാനിവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഈ പറയുന്ന റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്, ഓക്കെ, റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം 1700, ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേശവാനന്ദ ഭാരതി കേസ്, ഓക്കെ, കേശവാനന്ദ ഭാരതി കേസ് വരുന്നുണ്ട്. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, കേശവാനന്ദ ഭാരതി കേസിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഫലമായിട്ട് ഡിറൈവ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ ഡോക്ട്രൈനാണ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്ന് നമ്മൾ സാധാരണ പറയും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈനിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഈ പറയുന്ന കേശവാനന്ദ ഭാരതി കേസിലൂടെ നിലവിൽ വന്നിട്ടുള്ള ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. സോ റൂൾ ഓഫ് ലോ ഈസ് പാർട്ട് ഓഫ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് ഏത് നിയമത്തിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ബേസിക് സ്ട്രക്ചർ ഏത് പ്രകാരമാണ് നിലവിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേശവാനന്ദ ഭാരതി കേസാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റാണ്. അടുത്തത്, ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 1421 ആൻഡ് പ്രിയംബിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 21 അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റ് ടു ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ് ടു ലൈഫ് മാത്രമല്ല മറ്റൊരുപാട് കാര്യങ്ങൾ 21ൻ്റെ അണ്ടറിൽ പ്രൊട്ടക്റ്റഡ് ആണ്. അത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ് പഠിച്ച സമയത്ത്. അപ്പം അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലീൻ എൻവറോൺമെൻറ്റ് വരുന്നുണ്ട്, റൈറ്റ് ടു പ്രൈവസി വരുന്നുണ്ട്, റൈറ്റ് ടു ട്രാവൽ അബ്രോഡ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആർട്ടിക്കിൾ 21ൻ്റെ കീഴിൽ വരുന്നുണ്ട്. റൈറ്റ് ടു ലൈഫ് വരുന്നുണ്ട്, റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി വരുന്നുണ്ട്, റൈറ്റ് ടു പ്രൈവസി വരുന്നുണ്ട്, പുട്ടുസ്വാമി ജഡ്ജ്മെൻറ്റിൻ്റെ കീഴിലായിട്ട് അത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ആർട്ടിക്കിൾ 21ന് കീഴിലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ എന്താണ്, ഈ പറയുന്ന റൂൾ ഓഫ് ലോ പ്രകാരം നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റൂൾ ഓഫ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നോട്ടിൽ കൊടുക്കാത്ത അഡീഷണൽ ആയിട്ടുള്ള പോയിൻ്റാണ് ഇത്, കുറച്ചധികം വരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ പറയുന്ന റൂൾ ഓഫ് ലോയുടെ കമ്പോണൻസ്, ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് ദി റൂൾ ഓഫ് ലോ ആണ്. ഇതുപോലെ നിങ്ങളുടെ നോട്ടിൽ സൈഡിൽ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. സോ ഒന്നാമത്തത്, റൂൾ ഓഫ് ലോയുടെ പ്രധാനമായിട്ട് വരുന്ന കമ്പോണൻറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, സുപ്രീമസി ഓഫ് ദി ലോ വരുന്നുണ്ട്. രണ്ടാമത്തത്, ഇക്വാലിറ്റി ബിഫോർ ലോ വരുന്നുണ്ട്. മൂന്നാമത്തത്, ഓക്കെ, അല്ലെങ്കിൽ നാലാമത്തതായിട്ട് വരുന്നതാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഓക്കെ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് ഇതും ഈ പറയുന്ന റൂൾ ഓഫ് ലോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സുപ്രീമസി ഓഫ് ലോ ആയി കഴിഞ്ഞാലും ഇക്വാലിറ്റി ബിഫോർ ലോ ആയി കഴിഞ്ഞാലും ഈ രണ്ട് കൺസെപ്റ്റും പഠിച്ചു. ദെൻ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന കമ്പോണൻറ്റ്, ഓക്കെ, ഞാൻ ഇപ്പോൾ പറയുന്ന കമ്പോണൻസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ എന്താണ്, അത് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കോർ പ്രിൻസിപ്പിൾസ് ആണ്. ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ എന്താണ്, പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ആണ്. എന്നാൽ അത് കൂടാതെ അഡീഷണൽ ആയിട്ട് വരുന്ന കമ്പോണൻറ്റുകളാണ്. അതായത് ഈ പറയുന്ന കമ്പോണൻറ്റുകൾ ഒരു രാജ്യത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിബിളി പറയാൻ വേണ്ടിയിട്ട് പറ്റും ആ രാജ്യത്ത് റൂൾ ഓഫ് ലോ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ പറയുന്ന കമ്പോണൻറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നത് ഏതിൻ്റെ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ പറയുന്ന പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് തത്വമാണ്. ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, പ്രായോഗികമായിട്ട് ഒരു രാജ്യത്ത് നിലവിൽ വന്നിട്ടുള്ള സംവിധാനങ്ങൾ, അതിനെയാണ് നമ്മൾ കമ്പോണൻ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, സോ ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു. അടുത്തത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ വരുന്നുണ്ട്. അടുത്തതാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം മേനക ഗാന്ധി കേസിൽ വരുന്നതാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂ പ്രോസസ് ഓഫ് ലോ. അപ്പം അതായത് ഒരു സബ്സ്റ്റാൻറ്റീവ് അല്ലെങ്കിൽ ഈ പറയുന്ന സബ്സ്റ്റാൻറ്റീവ് വേഴ്സസ് പ്രൊസീജിയറൽ രണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൊസീജിയർ ആയിട്ടുള്ള കാര്യം മാത്രം പോരാ, സബ്സ്റ്റാൻറ്റീവ് ആയിട്ടും കൂടെ കാര്യങ്ങൾ വേണം. അതായത് മുമ്പ് നമുക്കുണ്ടായിരുന്നത് ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്നുള്ളതിന് പകരമായിട്ട് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിരുന്നു. അതായത് ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം അനുശാസിക്കുന്ന രൂപത്തിൽ ഗവൺമെൻറ്റിനോ എക്സിക്യൂട്ടീവിനോ അഡ്മിനിസ്ട്രേറ്റേഴ്സിനോ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ്സിനും കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്ന സമയത്ത് ഒരു നിയമം ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ നിയമം എന്ന് പറയുന്നത് ജസ്റ്റിഷ്യബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ആ നിയമം എന്ന് പറയുന്നത് ഫെയർ ആയിരിക്കണം. ഓക്കെ, ഫെയർ ആയിട്ടുള്ള ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ എന്ന് പറയുന്നതാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്ന സമയത്ത് ഫെയർനെസ് ഓഫ് ദി ലോ, ഫെയർനെസ് ഓഫ് ലോ. അപ്പം നിയമത്തിൻ്റെ സുതാര്യത അല്ലെങ്കിൽ സത്യസന്ധത അതിൻ്റെ ബോണഫൈഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ബോണഫൈഡ് അതായത് അത് കൃത്യമായിട്ട് നല്ല ഉദ്ദേശത്തിലാണോ എന്നുള്ളതും കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഡ്യൂ പ്രോസസ് ഓഫ് ലോ പറഞ്ഞു. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അടുത്ത കമ്പോണൻ്റ് ആണ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി അതായത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു ജുഡീഷ്യറി ഉണ്ടായിരിക്കണം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റാണ് കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. പ്രത്യേകം ഓർത്ത് വെക്കുക, നിങ്ങളുടെ എക്സാമിനേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു നെഗറ്റീവ് കൊണോട്ടേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ 15 നിങ്ങൾ എടുക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ DPSP. ഓക്കെ, DPSP എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 15 പ്രകാരം ജുഡീഷ്യറി ഷുഡ് ബി സെപ്പറേറ്റ് ഫ്രം ദി എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ദി പവർ ആണ്. സെപ്പറേഷൻ ഓഫ് പവറിൻ്റെ കീഴിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റ് ഫ്രം ദി ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റിൻ്റെ പുറത്താണ് ഈ പറയുന്ന ഇൻഡിപെൻഡൻസ് ഓഫ് ദി ജുഡീഷ്യറി വരുന്നത്. ജുഡീഷ്യറി എന്ന് പറയുന്നത് നിഷ്പക്ഷമായിട്ടായിരിക്കണം നിൽക്കേണ്ടത്. ഗവൺമെൻറ്റിനോട് ചേർന്ന് നിന്നിട്ടോ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടോ പ്രവർത്തിക്കുന്ന ഒന്നാവരുത് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 12 എന്ത് പറയാത്തത്, ഗവൺമെൻറ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ കൂടെ ജുഡീഷ്യറിയെ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ബിക്കോസ് ജുഡീഷ്യറി ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് മുകളിൽ ഒരു ഓവർസൈറ്റ് ആയിട്ട് നിലനിൽക്കേണ്ട ബോഡിയാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ആർട്ടിക്കിൾ 12 കീഴിൽ ജുഡീഷ്യറിയെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിഡർ ചെയ്യാത്തത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി വരുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മിറ്റഡ് ജുഡീഷ്യറി. കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോയുടെ പാർട്ടായിട്ട് വരുന്നതല്ല, ഒരു നെഗറ്റീവ് കൺസെപ്റ്റാണ്. ഒരു ജുഡീഷ്യറി ഒരിക്കലും കമ്മിറ്റഡ് ആവാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ കമ്മിറ്റഡ് ജുഡീഷ്യറി എന്താണെന്നുള്ളത് കൂടെ നോക്കാൻ പോവാണ്. ഓക്കെ, കമ്മിറ്റഡ് ജുഡീഷ്യറി. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ കമ്മിറ്റഡ് ജുഡീഷ്യറി? ഇപ്പോൾ കമ്മിറ്റഡ് ജുഡീഷ്യറിയുടെ കേസ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജുഡീഷ്യറി ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ടോ മിനിസ്റ്റേഴ്സുമായിട്ടോ ചേർന്ന് നിന്നുകൊണ്ട് ഒരു ജുഡീഷ്യറി പ്രവർത്തിക്കുകയെന്ന് വിചാരിക്കാം. അതിന് നമ്മൾ പറയുന്ന പേരാണ് കമ്മിറ്റഡ് ജുഡീഷ്യറി. അതായത് ഗവൺമെൻറ് എന്താണോ ചെയ്യുന്നത് അതേ കാര്യങ്ങൾ, ഗവൺമെൻറ് എന്താണോ പറയുന്നത് അതേ കാര്യങ്ങൾ അത് മാത്രം ചെയ്യുന്ന ജുഡീഷ്യറി നമ്മൾ പറയും കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് പറയും. അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല. ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന കൺസെപ്റ്റായിട്ട് നമുക്ക് എന്തിനു പറയാം, കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പൊളിറ്റിക്കലി ബയാസ്നെസ് ഉള്ള, ഇംപാർഷ്യാലിറ്റി ഇല്ലാത്ത, അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു ജുഡീഷ്യറിയാണ് കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഓഫ് ദി ജുഡീഷ്യറി എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ കമ്പോണൻ്റ് ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഗ്യാരണ്ടിങ് ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസിൽ വളരെ കൃത്യമായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അടുത്തൊരു കൺസെപ്റ്റാണ് ആർട്ടിക്കിൾ 32, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുള്ള ഈ ഒരു ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, എൻ്റെയോ നിങ്ങളുടെയോ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 32. നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാം, അതുപോലെ സുപ്രീം കോടതിയെ സമീപിക്കാം. ഞാനത് ഫസ്റ്റ് കേസ് പറഞ്ഞെന്ന് മാത്രം. ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, സോ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്യാരണ്ടിങ് ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്, ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് ദി റൂൾ ഓഫ് ലോ ആണ്. റൂൾ ഓഫ് ലോയുടെ നിയമവാഴ്ചയുടെ ഒരു കമ്പോണൻ്റ് ആണ് ആ രാജ്യത്ത് ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, അത് ഉറപ്പുവരുത്തുന്നു എന്ന് പറയുന്നത്. ഇതിനടുത്തതാണ് ലീഗൽ സെർട്ടിനിറ്റി. ലീഗൽ സെർട്ടിനിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, ലീഗൽ
സെർട്ടിനിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ലീഗൽ സെർട്ടിനിറ്റി എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു നിയമത്തിൻ്റെ ഒരു ഉറപ്പുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഗവൺമെൻറ്, കേരളത്തിലെ പുതിയ ഗവൺമെൻറ് നിലവിൽ വന്നു. ആ ഗവൺമെൻറ് ഒരു പ്രകടന പത്രിക പുറത്തിറക്കുന്നു. ആ പ്രകടന പത്രികയിൽ പറയുന്ന ഒരു കൺസെപ്റ്റാണ് KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്രാ സൗകര്യങ്ങൾ കൊടുക്കും. അപ്പോൾ ഒരു പ്രകടന പത്രികയിൽ ഗവൺമെൻറ് എന്ത് പറയുന്നു ആ കാര്യങ്ങൾ നടപ്പാക്കാൻ ആ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. അതൊരു ലീഗൽ സെർട്ടിനിറ്റിയാണ്. അത് കിട്ടുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, വിശ്വസിക്കാം. അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രിയദർശിനി പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ആ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലാവധിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ലീഗൽ സെർട്ടിനിറ്റി എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ വാക്കുകൾ, ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ, ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് വിശ്വാസം ഉറപ്പിക്കാം. ഇതിനെയാണ് നമ്മൾ ലീഗൽ സെർട്ടിനിറ്റി എന്ന് പറയുന്നത്. ഈ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അതായത് ഗവൺമെൻറ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി പ്രെഡിക്റ്റബിൾ, സ്റ്റേബിൾ ആൻഡ് കണ്ടിന്യൂസ്. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. കണ്ടിന്യൂസ് ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം, പ്രെഡിക്റ്റബിൾ ആയിരിക്കണം. ഇതാണ് ലീഗൽ സെർട്ടിനിറ്റിയുടെ പിന്നിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ്, ഓക്കെ, ആറാമത്തെ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. അതാണ് ആക്സസ് ടു ജസ്റ്റിസ്. ആക്സസ് ടു ജസ്റ്റിസ് എന്ന് പറയുന്നത്. ആക്സസ് ടു ജസ്റ്റിസിലേക്ക് വരുന്ന സമയത്ത് നീതി അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അർഹിച്ച ആ ഒരു ജസ്റ്റിസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡിഫറൻറ്റ് പ്രൊവിഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ വരുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഇനി അതല്ലെങ്കിൽ ട്രൈബ്യൂണൽസിനെ സമീപിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ്, പൊതു താല്പര്യ ഹർജി, അത് നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 32 കേസിലോ അല്ലെങ്കിൽ 226 കേസിലോ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നിങ്ങൾക്ക് നേരിട്ട് സമീപിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതല്ല ആർട്ടിക്കിൾ 226 കീഴിൽ ലീഗൽ മാറ്റേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ റിട്ട് ജുറിസ്ഡിക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിഫറൻറ്റ് പ്രൊവിഷൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗവർണൻസ് സിസ്റ്റത്തിൻ്റെയും ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തിലേക്കാണ് വരുന്നത്, ആക്സസ് ടു ജസ്റ്റിസ് ആണ്. നീതി നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ആക്സസ് ടു ജസ്റ്റിസ് ആണ്. അതിൻ്റെ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്, പോലീസ് സംവിധാനങ്ങൾ വരുന്നുണ്ട്, ട്രൈബ്യൂണൽസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ ആക്സസ് ടു ജസ്റ്റിസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഫെയർ ആൻഡ് ട്രാൻസ്പാരൻറ്റ് ലീഗൽ പ്രോസസ്സ്. ഓക്കെ, ഫെയർ ആൻഡ് ട്രാൻസ്പാരൻറ്റ് ലീഗൽ പ്രോസസ്സ് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. കാരണം ഈ പറയുന്ന ഡ്യൂ പ്രോസസ് ഓഫ് ലോ പറയുന്ന സമയത്ത് അതിൽ ഇൻബിൽഡ് ആയിട്ട് അല്ലെങ്കിൽ അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് ഫെയർ ആൻഡ് ട്രാൻസ്പാരൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫെയർ ആൻഡ് ട്രാൻസ്പാരൻസ്, ഫെയർനെസ് ഓഫ് ദി ലോ നമ്മൾ അവിടെ പറഞ്ഞു. ഫെയർ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലോ എന്ന് പറയുന്നത് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇതിൻ്റെ കമ്പോണൻസ് ആയിട്ട് വരുന്നുണ്ട്. ഈ 6 കമ്പോണൻസ് ഒന്ന് പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ റൂൾ ഓഫ് ലോയുടെ 3 പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റൂൾ ഓഫ് ലോയുടെ 6 കമ്പോണൻസ് വരുന്നുണ്ട്. 6 ഇനിയും വേറെ കമ്പോണൻസ് വരുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള എക്സാമിനേഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള കമ്പോണൻസ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രം. അതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കീവേഡ്സും കൂടെ ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡിപെൻഡൻസ് ഓഫ് ദി ജുഡീഷ്യറി വരുന്നുണ്ട്. അതിന് പകരം ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് കമ്മിറ്റഡ് ജുഡീഷ്യറി എന്നായിരിക്കും. അത് തെറ്റാണ്. ഓക്കെ, വിച്ച് അമംഗ് ദി ഫോളോയിങ് ആർ ദി പാർട്ട് ഓഫ് ദി റൂൾ ഓഫ് ലോ. അതിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡ്യൂ പ്രോസസ് ഓഫ് ലോ വരുന്നുണ്ട്, ആക്സസ് ടു ജസ്റ്റിസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്സിസ്റ്റൻസ് ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്, കമ്മിറ്റഡ് ജുഡീഷ്യറി. ഇതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ ഓഫ് ദി അബവ് ഉണ്ടെങ്കിൽ പോയി ഓൾ ഓഫ് ദി അബവ് കുത്തരുത്. ആക്സസ് ടു ജസ്റ്റിസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്മിറ്റഡ് ജുഡീഷ്യറി. ഈ കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുന്നത് തെറ്റാണ്. എന്താണ് വരേണ്ടത്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയാണ്, നിഷ്പക്ഷമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ കൺസെപ്റ്റ് ബേസിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും കൃത്യമായിട്ട് വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നത്, ഓരോന്നും ഏതുണ്ട് ഇല്ല എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമ്പോണൻസ് ഒക്കെ നിങ്ങൾ കൂടെ തന്നെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. അടുത്തത് നീഡ് ടു കൺട്രോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ആദ്യം പറയുകയാണ്. കാരണം നമ്മുടെ സിലബസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്സിനെ കുറിച്ചിട്ട് പറയുന്നില്ല. മറിച്ച് ആദ്യം പറയുന്നത് എന്താണ്, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്തൊക്കെയാണ്, ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്ന പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് പഠിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പഠിക്കണം. ഓക്കെ, സോ ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഓക്കെ, യെസ്, അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ്, നിങ്ങളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരം വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ പവർ നിങ്ങൾക്കുണ്ട്. പക്ഷേ ആ അധികാരം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ജനങ്ങൾക്ക് സേവനം നൽകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനം കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഫേവറബിൾ ആക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ അധികാരങ്ങൾ നൽകിയിരിക്കുന്നത്.
ഓക്കെ, നമ്മൾ സാധാരണ പറയുന്ന പോലെ വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പോലെ. അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന കാര്യമാണ് പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ് അബ്സല്യൂട്ട്ലി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും ഒരേ കോയിൻ്റെ രണ്ട് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റുകളാണ്. ഒന്ന് വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി ഇല്ലാതാകുന്ന സമയത്താണ് എന്ത് വരുന്നത്? പവർ കറപ്റ്റ്സ് ആൻഡ് ദി അബ്സല്യൂട്ട് പവർ കറപ്റ്റ് അബ്സല്യൂട്ട്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്വന്തം താല്പര്യപ്രകാരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയും അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്ന് പറയും. ആരുപയോഗിക്കുന്ന സമയത്താണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉപയോഗിക്കുന്ന സമയത്താണ് ഈ ഒരു വാക്ക് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് പറയാം ഈ പറയുന്ന ജുഡീഷ്യൽ ആർബിട്രറിനെസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ആർബിട്രറിനെസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആണ്. അപ്പോൾ അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ അവർക്ക് തങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയ പോലെ നിയമത്തിൻ്റെ പിൻബലമില്ലാതെ അല്ലെങ്കിൽ നിയമവാഴ്ചയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് അല്ലെങ്കിൽ നിയമത്തിനെ ലംഘിച്ചുകൊണ്ട് അവരവരുടെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, കാരണം എന്താണ്? ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഓരോരുത്തരും അവർക്ക് അവരുടെ താല്പര്യപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഈ പറയുന്ന ഗവൺമെൻറ്റിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടെ കൈക്കൂലി കൊടുത്താലേ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. ഇനി വേറൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥന് തോന്നുന്ന സമയത്ത് മാത്രമാണ് അയാൾ ഓഫീസിലേക്ക് വരുന്നത്, അയാൾക്ക് തോന്നുന്ന സമയത്ത് മാത്രമാണ് അയാൾ ഫയലുകൾ ഒപ്പിടുന്നത്, പരിശോധിക്കുന്നത്, അത് മുന്നോട്ടേക്ക് നീക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിട്ട് അത് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ അത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഒരു വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന സമയത്ത് ജനങ്ങളുടെ ക്ഷേമമാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം, മോഡേൺ വെൽഫെയർ സ്റ്റേറ്റ് റിക്വയർ എക്സ്പാൻസീവ് എക്സിക്യൂട്ടീവ് പവർ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന എക്സ്പാൻസീവ് ആയിരിക്കണം. ഈ പറയുന്ന എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എന്തായിരിക്കണം? ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ഉണ്ടായിരിക്കണം, പക്ഷേ അൺകൺട്രോൾഡ് ആവാൻ വേണ്ടിയിട്ട് പാടില്ല. ബട്ട് അൺചെക്ഡ് പവർ ലീഡ്സ് ടു അബ്യൂസ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അബ്സല്യൂട്ട് പവർ കറപ്റ്റ് അബ്സല്യൂട്ട്ലി എന്ന് പറഞ്ഞത്. അതായത് നിങ്ങളെ നിയന്ത്രിക്കാൻ ആരുമില്ല, അതായത് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, പൊളിറ്റിക്കലി നിങ്ങൾ അതിനെ കണക്ട് ചെയ്യരുത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 കാറ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ചീഫ് മിനിസ്റ്റർ ആണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-4 കാറുകൾ, നിങ്ങൾക്ക് അകമ്പടിയായിട്ട് ഒരു 8-10 വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ, ആംബുലൻസ്, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ അധികാരപ്രകാരം നിങ്ങൾക്ക് അതെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അവകാശവും അധികാരവും നിങ്ങൾക്കുണ്ട്. പക്ഷേ ആ രൂപത്തിൽ നിങ്ങൾ വിനിയോഗിക്കുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ അധികാര ദുർവിനിയോഗമാണ്. പൊതുഖജനാവ് അല്ലെങ്കിൽ പബ്ലിക് എക്സ്ചക്കറിൽ നിന്ന് വരുന്ന ഒരു ദുർവിനിയോഗമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, ഈ പറയുന്ന പബ്ലിക് എക്സ്ചക്കറിൽ നിന്നുള്ള എക്സ്പെൻസിന് വി ഹാവ് ടു ബി അക്കൗണ്ടബിൾ ഓർ വി ആർ അക്കൗണ്ടബിൾ ടു ദ പബ്ലിക് ആണ്. ആ പൊതു പണം എടുത്തുകൊണ്ട് നമ്മുടെ സ്വന്തം താല്പര്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലിക്ക് ഹൗസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വസതി അത് മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന പബ്ലിക് ഫണ്ട് നിങ്ങൾ എടുക്കുകയെന്ന് വിചാരിക്കാം. അതെന്താണ്? തെറ്റാണ്. ഓക്കെ, അത് തെറ്റാണ്. നിങ്ങളുടെ അധികാരം വെച്ചുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബിക്കോസ് യു ആർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ്. ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ആ എന്തും ചെയ്യുന്ന സമയത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതല്ലാതെ ചെയ്യുന്ന സമയത്ത് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആയിട്ട് അത് മാറും. ഓക്കെ, അപ്പോൾ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഇതിനടുത്തത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അൺചെക്ഡ് പവേഴ്സ്. അപ്പം തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഇതുപോലെ അധികാര ദുർവിനിയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ, അനാവശ്യമായിട്ട് ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് വേണ്ടത്? നീഡ് ടു കൺട്രോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്? അതായത് നമ്മൾ പറഞ്ഞല്ലോ ഈ പവർ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ കറപ്റ്റഡ് ആവും. അപ്പോൾ എന്നിട്ടും എന്തിനാണ് ആളുകൾക്ക് ഇത്തരത്തിലുള്ള പവർ കൊടുക്കുന്നത്? സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അവർക്ക് അധികാരം കൊടുക്കുന്നത്? ഡെഫിനറ്റ് ആയിട്ടും ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, ഈ പോയിന്റ്, ഈ ഒരു ചോദ്യം നിങ്ങളുടെ മൈൻഡിൽ വെച്ചോളൂ. ഇതിൻ്റെ ആൻസർ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രീഷൻ പറയുന്ന സമയത്തായിരിക്കും. ഓക്കെ, സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗസ്ഥനും അവസരങ്ങൾ നൽകണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് നമ്മുടെ ഭരണ സംവിധാനം മാറും. അതായത് നമുക്ക് അവിടെ പിന്നെ മനുഷ്യന്മാരുടെ ആവശ്യമില്ല, കുറേ റോബോട്ടിനെ കൊണ്ടുവച്ചാൽ മതി. ഓക്കെ, അതിന് പകരമായിട്ട് ഒരു മാനുഷികമായിട്ടുള്ള സമീപനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എന്തിൻ്റെ ആവശ്യമായിട്ട് വരുന്നുണ്ട്? ദർ ഷുഡ് ബി അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്. അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് അല്ലെങ്കിൽ സ്വന്തം താല്പര്യപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൻ്റെ കേസിൽ, അതുപോലെ തന്നെ സിറ്റുവേഷണൽ ഡിമാൻഡിൻ്റെ കേസിൽ, അതുപോലെ തന്നെ യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾസിൻ്റെ കേസിൽ, ഇതിൻ്റെ ബേസിലൊക്കെ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആവാം, അതിൽ തെറ്റില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ജനറലി നിങ്ങളൊരു കളക്ടറാണെന്ന് വിചാരിക്കുക, നിങ്ങളൊരു ഡിസ്ട്രിക്ട് കളക്ടറാണ്. അപ്പോൾ ഒരു ഡിസ്ട്രിക്ട് കളക്ടറായിട്ടുള്ള ഒരാൾ ഒരിക്കലും ഇപ്പോൾ നിങ്ങൾ കമാൻഡ് ചെയ്യുന്നത്, നിങ്ങൾ പറയുന്നത് പോലീസ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ പോലീസ് എന്ത് ചെയ്യണം? അംഗീകരിക്കണം. കാരണം ലോ ആൻഡ് ഓർഡറിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഈ പറയുന്ന SP യുടെ കയ്യിലുണ്ടായിരിക്കും. ബട്ട് അതിന് മുകളിലായിട്ട് കളക്ടർ വരുന്നുണ്ട്.
അപ്പോൾ കളക്ടറുടെ ഓർഡർ എന്താണോ അത് തീർച്ചയായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പോലീസ് അവരെന്താണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ്. അപ്പം ഒരു ജാഥ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കളക്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടായിരിക്കും, രാഷ്ട്രീയമായിട്ടുള്ള ചായവുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അന്ന് ജാഥ നടത്തുന്നത്. ഒരു സമാധാനപരമായിട്ട് അവരെന്ത് ചെയ്യാണ് ജാഥ നടത്തുക എന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യാണ് പോലീസിനോട് പറയാണ് അവരെ മുഴുവൻ അടിച്ചോടിക്കണം എന്ന് പറയണം. ഓക്കെ, അവരെ മുഴുവൻ അടിച്ചോടിക്കണം, ആ ജാഥയ്ക്ക് എന്ത് ചെയ്യരുത്, ജാഥ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പെർമിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ആ ജാഥക്കാരെ മുഴുവൻ എന്ത് ചെയ്യുക അടിച്ച് പിരിച്ചുവിടണം എന്ന് പറയണം. അത് നിങ്ങൾക്ക് ആ ഒരു ഓർഡർ കൊടുക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. കാരണം ആസ് എ കളക്ടർ നിങ്ങൾക്ക് ആ അധികാരം വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ CRPC, ഓക്കെ, CRPC 144 പ്രകാരം നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ CRPC ഇല്ല, BNS ആണ് വരുന്നത്. അപ്പോൾ BNS 163 പ്രകാരം നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം ചെയ്യാനുള്ള അധികാരം വരുന്നുണ്ട്. പക്ഷേ ആ കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് സമാധാനപരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ജാഥയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ അതേസമയം തന്നെ രണ്ടാമത്തെ കേസ് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജാഥ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അതിനോട് ഒരു വിരോധമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കാം, ഒന്നുമില്ല, നിങ്ങൾ തന്നെയാണ് അതിന് പെർമിഷൻ കൊടുത്തത്. ആ ജാഥ നടത്താൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ അത് നൽകേണ്ടത് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ നിങ്ങൾ തന്നെ അതിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്ന് വിചാരിക്കുക. അവർ ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, കുറേ പേര് അക്രമാസക്തമായിട്ട് മാറുന്നത്. ആ ജാഥ അക്രമാസക്തമായിട്ട് മാറുന്നു, തൊട്ടടുത്തുള്ള ആൾക്കാരെയൊക്കെ ആക്രമിക്കുന്നുണ്ട്, കടകളൊക്കെ അടിച്ച് പൂട്ടിക്കുന്നുണ്ട്, പൊതുമുതലുകൾ നശിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ജനങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ ഈ പറയുന്ന ജാഥയ്ക്ക് നേരെ ടിയർ ഗ്യാസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് എതിരായിട്ട് ലാത്തി ചാർജ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. ഓക്കെ, അപ്പം ആസ് എ കളക്ടർ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത്. പക്ഷേ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ജനങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ അടിച്ചോടിക്കാൻ വേണ്ടിയിട്ട് പോലീസിനോട് പറയാണ്, അവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രേഴ്സ് വരുന്നുണ്ട്. 2 കേസിൽ ഏത് കേസിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ നിങ്ങളത് ചെയ്യണം. കാരണം എന്താണ്, അവരെ അഴിഞ്ഞാടാൻ വിട്ട് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള എല്ലാ ജനങ്ങൾക്കും ദോഷമായിട്ട് വരും. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്, അവിടെ ഡെഫിനറ്റ് ആയിട്ട് വരുന്നത് യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിളാണ്. അതായത് മറ്റുള്ള ഒരുപാട് ആളുകൾക്ക് ദ്രോഹമായിട്ട് വരുന്ന ഒരു കാര്യത്തിന് കുറച്ച് പേർക്ക് ദ്രോഹമായാലും വേണ്ടിയിട്ടില്ല, അത് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ആദ്യത്തെ കേസിൽ നിങ്ങൾ എന്താ ചെയ്തത്, അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രേഴ്സ് തന്നെയാണ് നിങ്ങൾ ചെയ്തത്, പക്ഷേ അത് നിങ്ങളുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് മാലഫൈഡ് ഇൻറ്റൻഷനാണ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക, ആ കീവേഡ് ഒന്ന് ഓർത്ത് വയ്ക്കുക, മാലഫൈഡ്. ഓക്കെ, ആ വാക്കും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, മാലഫൈഡ്. ഓക്കെ, സോറി, 1 സെക്കൻഡ്. ഓക്കെ, മാലഫൈഡ്. ഓക്കെ, മാലഫിഡ് അല്ലെങ്കിൽ മാലഫൈഡ്. അപ്പോൾ മാലഫിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ നല്ലതല്ലാത്ത ഉദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്യുന്ന കാര്യത്തിനാണ് മാലഫൈഡ് എന്ന് പറയുന്നത്. എന്നാൽ അതേപോലെ തന്നെ ബോണഫൈഡ് വരുന്നുണ്ട്. ഓക്കെ, ബോണഫൈഡ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ 2 കേസിൽ, ആദ്യത്തെ കേസിൽ നിങ്ങൾ നിങ്ങളുടെ താല്പര്യപ്രകാരം ആ ജാഥ അടിച്ചോടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്താണ്, മാലഫൈഡ് ആണ്, തെറ്റായ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. എന്നാൽ രണ്ടാമത്തത് എന്താണ്, ബോണഫൈഡ് ആണ് അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്ന് പറയുന്നത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചിലപ്പോൾ അത് നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. ബട്ട് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദി ഹ്യൂമാനിറ്റേറിയൻ പ്രിൻസിപ്പിൾ. ഓക്കെ, ഹ്യൂമാനിറ്റേറിയൻ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ ബോണഫൈഡ് ആയിട്ടുള്ള ആ ഒരു ഇൻറ്റൻഷൻ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾസിൻ്റെ ബേസ്ഡൊക്കെ ആയിരിക്കണം ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ അതിൻ്റെ എക്സ്റ്റൻഷൻ പറഞ്ഞെന്ന് മാത്രം. അപ്പം ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം ഈ പറയുന്ന എക്സ്പാൻസീവ് ആയിട്ടുള്ള പവേഴ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്, പക്ഷേ അത് അൺചെക്ഡ് അൺകൺട്രോൾഡ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് പാടില്ല. അടുത്തത്, പവർ ടെൻഡ് ടു കറപ്റ്റ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ് അബ്സല്യൂട്ട്ലി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലോർഡ് ആക്ഷൻ്റെ വാക്കുകളാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത്, അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രേഴ്സ് വയലേറ്റ് റൂൾ ഓഫ് ലോ ആൻഡ് സിറ്റിസൺസ് ഫണ്ടമെൻ്റൽ റൈറ്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനപരമായിട്ട് അസംബിൾ ചെയ്യാനുള്ള അവകാശം വരുന്നുണ്ട്. എവിടെ, ആർട്ടിക്കിൾ 19 കീഴിൽ നിങ്ങൾക്ക് സമാധാനപരമായിട്ട് അസോസിയേഷൻ ഫോം ചെയ്യാനുള്ള അധികാരം വരുന്നുണ്ട്. നിങ്ങൾക്ക് റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വരുന്നുണ്ട്. അതെന്തൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോടുള്ള പ്രതിഷേധം നിങ്ങൾക്ക് സമാധാനപരമായിട്ട് അറിയിക്കാനുള്ള അവകാശം വരുന്നുണ്ട്. അതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 19(1) വരുന്നുണ്ട്. ഓക്കെ, ക്ലോസ് 1 വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ആർട്ടിക്കിൾ 19 വരുന്നതാണ്. ഇതേ കാര്യം തന്നെയല്ലേ ആ ജാഥ ചെയ്യുന്ന ആൾക്കാർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പുറത്ത് നിങ്ങൾ ആ ജാഥ അടിച്ചോടിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് ജനങ്ങളുടെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റുകളെല്ലാം വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് നമ്മൾ തടയണം. നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നല്ല ഉദ്ദേശത്തിൽ ചെയ്യാം, ചീത്ത ഉദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്യരുത്. then അടുത്തതായിട്ട് വരുന്നതാണ് നെസസറി ടു മെയിൻറ്റെയിൻ പബ്ലിക് കോൺഫിഡൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ.
അതായത് ജനങ്ങൾക്ക് ഭരണ സംവിധാനത്തിലും ഭരണ മെഷീനറീസിലും ഓഫീസേഴ്സിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിലും വിശ്വാസം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന അധികാര ദുർവിനിയോഗം ഉണ്ടാകരുത്. അധികാര ദുർവിനിയോഗം നടക്കുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യമോ ഏകാധിപത്യ ഭരണ സംവിധാനമോ വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പം ഇലക്ഷൻ വരും. ഇലക്ഷനിൽ ജനങ്ങൾ അവരെ പുറത്താക്കും. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഈ രൂപത്തിലേക്ക് ഒരു സ്വേച്ഛാധിപത്യം ഏകാധിപത്യപരമായിട്ടുള്ള രൂപത്തിലേക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരു ഭരണ സംവിധാനം വരുമ്പം ജനങ്ങൾ അവരെ പുറത്താക്കും. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതാണ് പറയുന്നത് നെസസറി ടു മെയിൻറ്റെയിൻ പബ്ലിക് കോൺഫിഡൻസ്. അടിസ്ഥാനപരമായിട്ട് ഒരു ഗവൺമെൻറ് നിലനിൽക്കുന്നത് ജനങ്ങളുടെ കോൺഫിഡൻസ്, ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പം ആ ഗവൺമെൻറ് പുറത്ത് പോകേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യ അഡ്മിനിസ്ട്രേഷൻ ഭരണ സംവിധാനത്തിലും. ഇനി അടുത്തത് എൻഷുർ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് ഗുഡ് ഗവേണൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടബിലിറ്റിയും അതുപോലെ തന്നെ സുതാര്യതയും അതുപോലെ തന്നെ ഗുഡ് ഗവേണൻസ്, സദ്ഭരണവും ഇതെല്ലാം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് അല്ലെങ്കിൽ ആർബിട്രറി പവേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടായിരിക്കണം വെക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ തമിഴ്നാട്ടിൽ TVK ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു പെൺകുട്ടിയുടെ റേപ്പ് കേസ് അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 3 പോലീസ് ഓഫീസേഴ്സ് അത് ചിരിച്ചുകൊണ്ട് വളരെ ജോയ്ഫുള്ളായിട്ട് ആ ഒരു പത്രസമ്മേളനം വിളിക്കുകയും അവർ വളരെ ജോയ്ഫുള്ളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയും അതിനുശേഷം ആ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആസ് എ പോലീസ് ഓഫീസർ നിങ്ങൾക്ക് ചിരിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ എപ്പോൾ ചിരിക്കണം ചിരിക്കേണ്ട എന്നുള്ളത് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി കംപ്ലീറ്റഡ് ടു യു. ഓക്കെ, അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. പക്ഷേ അവിടെ ആ ഒരു ഇൻസെൻസിറ്റീവായിട്ട്, അതായത് ജനങ്ങളുടെയോ അല്ലെങ്കിൽ ആ പറയുന്ന സിറ്റുവേഷൻ്റെ ഗ്രാവിറ്റിയോ മനസ്സിലാക്കാതെ ഒരു കാര്യം നിങ്ങൾ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ആ ഓഫീസേഴ്സ് ചെയ്ത സമയത്ത് അവർക്കെതിരെ സസ്പെൻഷൻ ഉണ്ടായി. ഓക്കെ, അപ്പോൾ അതെന്താണ്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് സ്വയം നമ്മുടെ ഒരു വിവേകപൂർവ്വം നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, നമ്മുടെ അധികാരം വിനിയോഗിക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെ ചെയ്യാതെ വന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവിടെ സസ്പെൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് അവരെ സസ്പെൻഷനിലേക്ക് എന്ത് ചെയ്തു, അത് ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അവിടെ എന്താണ്, ദർ ഷുഡ് ബി അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, അതുപോലെ തന്നെ ഗുഡ് ഗവേണൻസ്. ഓക്കെ, യെസ്. ദെൻ അടുത്തത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ്. ഇനി റൂൾ ഓഫ് ലോയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആർട്ടിക്കിൾ 12 പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെൻറ് തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ജുഡീഷ്യറിയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള റോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റിനെ ജുഡീഷ്യറി കൺട്രോൾ ചെയ്യണം. ആ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജുഡീഷ്യറിയുടെ റോൾ എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അല്ലെങ്കിൽ നമ്മൾ ജനറലായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്, ജുഡീഷ്യറി ഈസ് ദി ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിറ്റിസൺസ് റൈറ്റ്. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതും അതുപോലെ തന്നെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതും ഈ പറയുന്ന ജുഡീഷ്യറിയാണ്. ഓക്കെ, ഇനി ജുഡീഷ്യറിക്ക് ഇതിൽ എന്താണ് റോൾ വരുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 32 വരുന്നുണ്ട്, ആർട്ടിക്കിൾ 226 വരുന്നുണ്ട്, ആർട്ടിക്കിൾ 227 വരുന്നുണ്ട്, ആർട്ടിക്കിൾ 136 വരുന്നുണ്ട്, ആർട്ടിക്കിൾ 141 വരുന്നുണ്ട്. ഈ ആർട്ടിക്കിൾസ് ഒക്കെ പ്രകാരം, അതായത് 141 എന്ന് പറയുന്ന സമയത്ത് കംപ്ലീറ്റ് ജസ്റ്റിസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് എന്ത് വരുന്നത്, PIL അല്ലെങ്കിൽ പൊതു താല്പര്യ ഹർജി, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഒക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഒരുപാട് ആർട്ടിക്കിൾസ് ജുഡീഷ്യറിക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 32ൻ്റെ കീഴിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള റിട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹേബിയസ് കോർപ്പസ് വരുന്നുണ്ട്, കോ വാറൻറ്റ് വരുന്നുണ്ട്, മാൻഡമസ് വരുന്നുണ്ട്, സെർഷ്യോറി വരുന്നുണ്ട്, പ്രൊഹിബിഷൻ വരുന്നുണ്ട്. ഇങ്ങനെ 5 പ്രധാനമായിട്ടുള്ള റിട്ടുകൾ ആർട്ടിക്കിൾ 32ൻ്റെ കീഴിലേക്ക് വരുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ടു റീസ്റ്റോർ ദ ജസ്റ്റിസ് അല്ലെങ്കിൽ ടു റീസ്റ്റോർ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന റിട്ടുകളെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ ഹേബിയസ് കോർപ്പസ് ഒഴികെ, ഓക്കെ, ഹേബിയസ് കോർപ്പസ് അതുപോലെ തന്നെ പ്രൊഹിബിഷൻ, സെർഷ്യോറി, ഈ 3 റിട്ടുകൾ ഒഴികെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കോ വാറൻറ്റോ അതുപോലെ തന്നെ മാൻഡമസ്, ഇതൊക്കെ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓതോറിറ്റീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. കാരണം എന്താണ്, ആർബിട്രറി പവർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓതോറിറ്റി അവരവരുടെ പവർ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാണ്, ദുർവിനിയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മാൻഡമസ് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് ജുഡീഷ്യറിക്ക് പറ്റും. മാൻഡമസ് എന്ന് പറയുന്ന സമയത്താണ് വി കമാൻഡ്, എന്തിനു വേണ്ടിയിട്ടാണ്, ടു പെർഫോം എ ഡ്യൂട്ടി. അവർ ചെയ്യാത്ത അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഒഫീഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്ന ഒരു ജോലി, ഒരു ഡ്യൂട്ടി, അത് അവർ ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ, അവരത് ചെയ്യുന്നില്ലെങ്കിൽ അവരോടത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. അതാണ് മാൻഡമസ്, വി കമാൻഡ്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു പെർഫോം എ പബ്ലിക് ഡ്യൂട്ടി. ഞാൻ പറയുന്ന ഓരോ കീവേഡ്സും അതുപോലെ ഓർത്ത് വയ്ക്കണം, ഞാൻ വെറുതെ തമാശയ്ക്ക് പറയുന്നതല്ല. കാരണം മാൻഡമസ് എന്ന് പറയുന്നത് പബ്ലിക് ഡ്യൂട്ടീസിൻ്റെ കേസിൽ മാത്രമേ അപ്ലിക്കബിൾ ആയിട്ട് വരുള്ളൂ. പേഴ്സണൽ ആയിട്ടുള്ള ഡ്യൂട്ടീസിൻ്റെ കേസിലോ പേഴ്സണൽ ഇഷ്യൂസിലോ മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി ആർക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അഡ്മിനിസ്ട്രേറ്റീവ് ഓതോറിറ്റീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതിൽ ആരൊക്കെ വരുന്നുണ്ട്, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചേഴ്സ്, രണ്ടും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്.
ഓക്കെ. ഇനി പ്രൊഹിബിഷൻ ആൻഡ് സെർഷ്യൂറി എന്ന് പറയുന്ന സമയത്ത് ജുഡീഷ്യൽ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ബോഡീസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അത് വരുന്നത്. അതൊരു ലീഗൽ നേച്ചറാണ്, അത് നമുക്ക് ഒഴിവാക്കാം. ഇനി ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് അതും അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യാം. പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഓതോറിറ്റീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരേ ഒരു റിട്ട് എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. അപ്പോൾ അതിൻ്റെ കീഴിലും എന്ത് വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓതോറിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലീഗൽ ആയിട്ടുള്ള ഓതോറിറ്റീസിന് അഗെയിൻസ്റ്റ് ആയിട്ടും ഈ പറയുന്ന ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം 3 പ്രധാനമായിട്ടുള്ള റിട്ടുകൾ ഏതൊക്കെയാണ്? മാൻഡമസ്, കോ വാറൻറ്റോ, അതുപോലെ തന്നെ ഹേബിയസ് കോർപ്പസ്. ഇത് 3ഉം അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ജുഡീഷ്യറിയുടെ ആയുധങ്ങളാണ് അണ്ടർ ആർട്ടിക്കിൾ 32 ആൻഡ് ആർട്ടിക്കിൾ 226. ഓക്കെ, ഈ 2 ആർട്ടിക്കിൾസിൻ്റെ കീഴിൽ വരുന്ന റിട്ടുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിലും പ്രധാനമായിട്ട് ഓർത്ത് വയ്ക്കേണ്ടത് മാൻഡമസ്, ഹേബിയസ് കോർപ്പസ്, അതുപോലെ തന്നെ കോ വാറൻറ്റോ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അനധികൃതമായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ ഒരാൾ ഓക്യുപ്പൈ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ സ്ഥാനത്ത് കയറിയിരിക്കുന്നത് എന്ന് സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ കോടതിക്ക് ചോദിക്കാൻ പറ്റും, ഹൈക്കോടതിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം റിട്ട് ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കാണ് വരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ചോദിക്കാം എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പൊസിഷനിൽ കയറിയിരിക്കുന്നത്. അതിനവർക്ക് നൽകുന്ന അധികാരം നൽകുന്ന റിട്ടാണ് കോ വാറൻറ്റോ, അണ്ടർ വാട്ട് വാറൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പബ്ലിക് പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യുന്നത് എന്ന് ചോദിക്കാം. അതെന്താണ്, ഒരാൾ ഒരു മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ, യോഗ്യതയില്ലാതെ ഒരു പബ്ലിക് സ്ഥലത്തിരുന്നുകൊണ്ട് അയാൾ അധികാര ദുർവിനിയോഗം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അധികാര ദുർവിനിയോഗം അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള അനർഹമായിട്ടുള്ള ഒരാളിലേക്ക് അധികാരം എത്തുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കോ വാറൻറ്റോ വരുന്നത്. ഇനി അതുപോലെ തന്നെ അന്യായമായിട്ട് ഒരാളെ തടങ്കലിൽ വെക്കുകയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോലീസ് എന്നെ തോന്നിയ പോലെ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്നെ ജയിലിൽ വെക്കുകയാണെന്ന് വിചാരിക്കുക. അത് പോലീസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആണ്, അവരുടെ അധികാര ദുർവിനിയോഗമാണ്. ഞാൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് ജയിലിടാം, പക്ഷേ ഒരു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള റീസൺസിൻ്റെ ഒക്കെ പുറത്ത് പോലീസ് എന്നെ പിടിച്ച് അകത്തിടാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇറ്റ് ഈസ് എ വയലേഷൻ ഓഫ് മൈ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ആ സമയത്ത് റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സുപ്രീം കോടതി ചോദിക്കും, ഓക്കെ, അല്ലെങ്കിൽ ഹൈക്കോടതി ചോദിക്കും എന്ത് അടിസ്ഥാനത്തിലാണ് ഇയാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അയാളെ ടു പ്രൊഡ്യൂസ് ഹിസ് ബോഡി ബിഫോർ ദ കോർട്ട്, കോടതിക്ക് മുമ്പിൽ അയാളെ ഹാജരാക്കണം എന്ന് പറയും. അപ്പോൾ അവിടെയും വരുന്നത് എന്താണ്, അവരുടെ അധികാര ദുർവിനിയോഗത്തിനെ കോടതി ചോദ്യം ചെയ്യുകയും അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കോടതിക്ക് മുമ്പിൽ ഹാജരാക്കും, അല്ലെങ്കിൽ എന്നെ ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി പറയും. അപ്പോൾ ഇതൊക്കെ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് തടയാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം, ഈ പറയുന്ന പോലെ ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ ഈ പറയുന്ന നീതിന്യായ അല്ലെങ്കിൽ ജുഡീഷ്യറിയെ പുനഃപരിശോധനാ സംവിധാനത്തിലൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് തടയുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റും കാര്യങ്ങളും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് ഡെവലപ്ഡ് ഡോക്ട്രൈൻ ഓഫ് 3 ഡോക്ട്രൈൻ വരുന്നുണ്ട്, ഒന്ന് ഓർത്ത് വെക്കണേ. ഒന്ന് പ്രപ്പോർഷണാലിറ്റി വരുന്നുണ്ട്, അടുത്തത് ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ വരുന്നുണ്ട്, അൾട്രാ വിറസ് വരുന്നുണ്ട്. ഇതിൻ്റെ കമ്പോണൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, അതും കൂടെ ഒന്ന് നോട്ടിൽ രേഖപ്പെടുത്തി വെക്കണേ. നിങ്ങൾ ഈ ഞാൻ പറയാൻ വിട്ടുപോയി, റിട്സ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ. റിട്ട് നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി, ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ, അതുപോലെ തന്നെ അൾട്രാ വിറസ്, ഈ 3 കാര്യങ്ങളും നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, രേഖപ്പെടുത്തി വെക്കണം. ഓക്കെ, ഇനി നമ്മൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് അല്ലെങ്കിൽ അധികാരം നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് അധികാരം ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, പക്ഷേ അത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. അതിൽ ഒന്നാമത്തതാണ് പ്രപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ് എ ഡിസ്ട്രിക്ട് കളക്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആളുകൾക്ക് നേരായിട്ട് ലാത്തി ചാർജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആസ് ആൻ SP, ഓക്കെ, ഒരു പോലീസ് സൂപ്രണ്ടൻ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാത്തി ചാർജിന് വേണ്ടിയിട്ട് പറയാം. ഓക്കെ, പക്ഷേ അത് പറയുന്ന സമയത്ത് നിങ്ങൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് പ്രപ്പോർഷണാലിറ്റിയാണ്. അതായത് ഈ പറയുന്ന ഒരു 100 പേർക്ക് നേരെ നിങ്ങൾ ലാത്തി ചാർജ് നടത്തുകയാണ്, അവരെ അടിച്ചോടിക്കുകയാണ്, അവർക്ക് നേരെ എന്ത് ചെയ്യാണ്, അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ 100 പേരെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന സമയത്ത് അത് എന്തെങ്കിലും തരത്തിലുള്ള നല്ലത് ഉണ്ടാക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ഈ പറയുന്ന ആൾക്കാർ പൊതുമുതൽ നശിപ്പിക്കുന്നുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മറ്റാളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കലാപത്തിന് ഇവർ ശ്രമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റാളുകളെ ദ്രോഹിക്കുന്നുണ്ട്. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഇത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ നിയമം ലംഘിക്കുന്ന 100 പേരെ അടിച്ചോടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് 1000 പേർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, സമാധാനം നൽകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പ്രപ്പോർഷനേറ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 100 പേരെ ഓടിക്കുന്നതാണോ അല്ലെങ്കിൽ 1000 പേർക്ക് സമാധാനം കിട്ടുന്നതാണോ? ഡെഫിനറ്റ്ലി 1000 പേർക്ക് സമാധാനം കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 100 പേരെ അടിച്ചോടിക്കാം. അതാണ് ഈ പറയുന്ന പ്രപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ റോങ് ആണ്, ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ തെറ്റ് അല്ലെങ്കിൽ ഇൻഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പുറത്തുള്ള ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള നല്ല കാര്യത്തിനേക്കാളും എന്തായിരിക്കണം, കുറവായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നതിലൂടെ കുറേ കൂടെ വലിയ ഒരു നന്മ അതിലുണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ പ്രപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രപ്പോർഷണലി നിങ്ങൾ ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് നിങ്ങൾ ഈ രൂപത്തിൽ നിങ്ങളുടെ അധികാരം എന്ത് ചെയ്യണം, നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് കൂടുതൽ നന്മ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം.
ഓക്കെ, സോ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എക്സസീവ് ആകാൻ വേണ്ടിയിട്ട് പാടില്ല. ബട്ട് അത് ആവുന്ന സമയത്ത് എന്തായിരിക്കണം, ഈ പറയുന്ന രൂപത്തിലേക്ക് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വേണ്ടത് എന്താണ്, ദർ ഷുഡ് ബി എ റീസണബിൾ ബാലൻസ്. ഓക്കെ, അതായത് നന്മ കൂടുതലായിട്ട് വരണം എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതാണ് ലെജിറ്റിമേറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ഫെയർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ ലെജിറ്റിമേറ്റ് എക്സ്പെക്റ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഗവൺമെൻറ്, മുൻകഴിഞ്ഞ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള പല പോളിസികളും ഇപ്പോഴത്തെ ഗവൺമെൻറ് നടപ്പാക്കണം. കാരണം അതൊരു ലെജിറ്റിമേറ്റ് എക്സ്പെക്റ്റേഷൻ ആണ്. ദർ ഷുഡ് ബി കണ്ടിന്യൂറ്റി ഇൻ ദി ഗവൺമെൻറ് പ്രോസസ്. അത് നമ്മുടെ വെൽഫെയർ സ്റ്റേറ്റിൻ്റെ തന്നെ കൺസെപ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ക്ഷേമ പദ്ധതികൾ ഒരുപാട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെൻഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പെൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഗവൺമെൻറ് തുടർന്ന് ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം അത് ലെജിറ്റിമേറ്റ് ആയിട്ട് ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്ത പ്രോജക്റ്റ് മുഴുവൻ ഈ ഗവൺമെൻറ്റിന് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ലെജിറ്റിമേറ്റ് എക്സ്പെക്റ്റേഷൻ്റെ വയലേഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റുകൾ മാറുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ചില സേവനങ്ങൾ നിർബന്ധമായിട്ടും കിട്ടും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇതൊരു ലീഗൽ റൈറ്റ് ആണോ? അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ഗവൺമെൻറ് 3000 രൂപ പെൻഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2000 രൂപ ഈ പറയുന്ന വൃദ്ധജനങ്ങൾക്ക് പെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നിട്ട് എന്ത് ചെയ്യണം, ആ പെൻഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ലീഗലി തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല. അത് ലീഗലി തെറ്റാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് തെറ്റായി അല്ലെങ്കിൽ അത് ഗവൺമെൻറ് എടുത്തു കളഞ്ഞു എന്നതിൻ്റെ പേരിൽ നമുക്ക് കോടതിയിൽ പോയിട്ട് ഈ ഗവൺമെൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം അത് നമ്മുടെ ലീഗൽ റൈറ്റോ ഫണ്ടമെൻ്റൽ റൈറ്റോ ഒന്നുമല്ല. അത് ഗവൺമെൻറ് നമുക്ക് നൽകുന്ന ഒരു സേവനമാണ്, നമുക്കത് കിട്ടും. അത് ഗവൺമെൻറ്റിന് എടുത്തു കളയാൻ ഇല്ലാതിരിക്കാം. പക്ഷേ ഗവൺമെൻറ് എടുത്തു കളയാൻ പാടില്ല. കാരണം എന്താണ്, ദർ ഇസ് എ ലെജിറ്റിമേറ്റ് എക്സ്പെക്റ്റേഷൻ. ആ നല്ല കാര്യങ്ങളൊക്കെ പുതിയ ഗവൺമെൻറ്റും തുടരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ സിറ്റിസൺസിനുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, ഇതെങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ് എ CM നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പോളിസിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പോളിസികൾ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. പക്ഷേ ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് അവിടെ ഒരു റാഷണാലിറ്റി വേണം, ഒരു കണ്ടിന്യൂറ്റി വേണം. കഴിഞ്ഞ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് തുടരാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വേണം. അതാണ് ഈ പറയുന്ന ലെജിറ്റിമസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഈ പറയുന്ന ലെജിറ്റിമേറ്റ് എക്സ്പെക്റ്റേഷൻസ്, ജനങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് അത് ഫുൾഫിൽ ചെയ്തിരിക്കണം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് അധികാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റരുത്. ഇതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ആന്ധ്രാപ്രദേശിൽ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഗവൺമെൻറ് വന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശിന് ഒരു ക്യാപിറ്റൽ എന്ന് മതി, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ മതി എന്നുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ടേക്ക് വയ്ക്കുന്നുണ്ട്. കാരണം ആന്ധ്രാപ്രദേശും ഹൈദരാബാദും സ്പ്ലിറ്റായി, തെലങ്കാന സ്പ്ലിറ്റ് ചെയ്തു, ഹൈദരാബാദ് അല്ല തെലങ്കാന സ്പ്ലിറ്റ് ചെയ്തു, 2 സംസ്ഥാനമായിട്ട് മാറി. അപ്പം അതേ സമയത്ത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഗവൺമെൻറ് പറയുന്നത് 3 ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽസ് ഹെഡ് ക്വാർട്ടേഴ്സ് വേണം. ഒന്ന് ലെജിസ്ലേറ്റീവ് ഹെഡ് ക്വാർട്ടേഴ്സ്, രണ്ടാമത്തത് ജുഡീഷ്യൽ, മൂന്നാമത്തത് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ്. ഇങ്ങനെ 3 ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ സംസ്ഥാനത്തിന് വേണം എന്നുള്ളതിൽ 3 ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽസ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അമരാവതി, വിശാഖപട്ടണം, ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള 3 സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അടുത്ത ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്ന സമയത്ത് ഈ പറയുന്ന സ്ട്രക്ചേഴ്സ് മുഴുവൻ പൊളിച്ച് കളയുകയും ഒരൊറ്റ സ്ഥലത്ത് തന്നെ 3 കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പറയുന്നതൊക്കെ ജനങ്ങളുടെ പൊതുമുതൽ വെച്ചിട്ടാണ് ഇവർ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്രയും ജനങ്ങൾ നികുതി അടച്ച കോടിക്കണക്കിന് രൂപ അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ്റിനോട് വൈരാഗ്യം ഉണ്ടെന്ന് വെച്ചിട്ട് ആ ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ ആ ഗവൺമെൻറ് കൊണ്ടുവന്ന പോളിസി മുഴുവൻ തച്ചുടച്ച് കളയുക എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇതേ കാര്യം നിങ്ങൾക്ക് കേരളത്തിൻ്റെ കേസിനും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കോട്ടയത്തെ ആകാശപാത എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കി എന്നുള്ള ചോദ്യം അവിടെ വേറെ കിടക്കുന്നുണ്ട്. രണ്ടാമത്തേത്, ഒരു ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പോളിസി അത്രയും പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി അടുത്ത ഗവൺമെൻറ്റിനുണ്ട്. ഏതായാലും രണ്ടുപേരും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ കുറേ കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് പണം, കോടിക്കണക്കിന് രൂപ, 16-18 കോടിയോളം രൂപ ജനങ്ങളുടേത് വേസ്റ്റായി. ഇവിടെയൊക്കെ എന്താണ് വരുന്നത്, ഈ പറയുന്ന ലെജിറ്റിമേറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന കാര്യം ഗവൺമെൻറ് ഫോളോ ചെയ്തില്ല. അതെന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തതാണ് അൾട്രാ വിറസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റാണ് അൾട്രാ വിറസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നിയമത്തിൻ്റെ പ്രാബല്യത്തിൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ പരിധി വിട്ടുകൊണ്ട് നിങ്ങളുടെ അധികാരം ഉപയോഗിക്കുന്നതിനെയാണ് അൾട്രാ വിറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ലെജിറ്റിമസി ഇല്ലാതെ നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജുഡീഷ്യറി, ഓക്കെ, സുപ്രീം കോടതിക്ക് അതെന്ത് ചെയ്യാം, റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പല സമയങ്ങളിലും ജുഡീഷ്യറി അത്തരത്തിലുള്ള തീരുമാനങ്ങളെ അൾട്രാ വിറസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാറുണ്ട്, നൾ ആൻഡ് വോയിഡ് ആയിട്ട് പറയാറുണ്ട്. ജനങ്ങളെടുത്ത് അല്ലെങ്കിൽ ആളുകൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള തീരുമാനം അൺകോൺസ്റ്റിറ്റ്യൂഷനാണ്, നൾ ആൻഡ് വോയിഡ് ആയിട്ട് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഡിക്ലെയർ ചെയ്യാറുണ്ട്. അതൊക്കെ ഈ പറയുന്ന ജുഡീഷ്യൽ റിവ്യൂയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം.
ഇനി ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം വരുന്നുണ്ട്. ഈ പറയുന്ന അൾട്രാ വിറസിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റാൻറ്റീവ് അൾട്രാ വിറസ് ആണ്. ഓക്കെ, സബ്സ്റ്റാൻറ്റീവ് അൾട്രാ വിറസ് വരുന്നുണ്ട്. രണ്ടാമത്തേത് പ്രൊസീജിയറൽ അൾട്രാ വിറസ് വരുന്നുണ്ട്. ഓക്കെ, സബ്സ്റ്റാൻറ്റീവ് അൾട്രാ വിറസ് വരുന്നുണ്ട്. രണ്ടാമത്തേത് പ്രൊസീജിയറൽ അൾട്രാ വിറസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒന്നാമത്തത് സബ്സ്റ്റാൻറ്റീവ് അൾട്രാ വിറസിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഈ ലീഗൽ പവേഴ്സിന് പുറത്തായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആക്ട് ചെയ്യണം. ഓക്കെ, അതായത് സബ്സ്റ്റാൻറ്റീവ് ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ എന്താണ്, നിങ്ങൾ നിയമമൊന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, ആസ് സച്ച് പാലിക്കുന്നില്ല. ഓക്കെ, ലീഗൽ പവേഴ്സിൻ്റെ പുറത്തായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. എന്നാൽ എന്ന് വെച്ചാൽ നിയമം എന്താണോ അനുശാസിക്കുന്നത് അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കുമല്ലോ, ആ ഇൻറ്റൻഷൻ നിങ്ങൾ വയലേറ്റ് ചെയ്യണം. ഓക്കെ, വെരി ഇൻറ്റൻഷൻ ഓഫ് ദ ലോ നിങ്ങൾ എന്ത് ചെയ്യണം, വയലേറ്റ് ചെയ്യണം. എന്നാൽ പ്രൊസീജിയർ അൾട്രാ വിറസിലേക്ക് വരുന്ന സമയത്ത് ആ നിയമം അനുശാസിക്കുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ യു ആർ വയലേറ്റിംഗ് ദ പ്രൊസീജിയർ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വയലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ, ഓക്കെ, നിങ്ങളൊരു ഡിസ്ട്രിക്ട് കളക്ടറാണ്. അപ്പോൾ ഒരു വൃദ്ധനായിട്ടുള്ള വളരെ പാവപ്പെട്ട പൂർ ആയിട്ടുള്ള ഒരാൾ നിങ്ങളെ സമീപിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഗവൺമെൻറ്റിൻ്റെ പാവപ്പെട്ടവർക്ക് നൽകുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പെൻഷൻ സ്കീമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, ഓക്കെ, പാവപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വയോവന്ദൻ യോജന, ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതിൽ അയാൾക്ക് അംഗമാകണം. പക്ഷേ അയാളുടെ അടുത്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ലെജിറ്റിമേറ്റ്ലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അയാൾ അതിന് അർഹനാണ്, അയാൾ പാവപ്പെട്ടവനാണ്, വളരെയധികം പൂറായിട്ടുള്ള ആളാണ്, വേറെ ആരും അയാളെ സഹായിക്കാനായിട്ട് വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും അയാൾ അർഹനാണ്, പക്ഷേ അയാളുടെ കയ്യിൽ ഡോക്യുമെൻ്റ് ഇല്ല. നിങ്ങൾ അയാളെ തിരിച്ചയക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, അയാളെ തിരിച്ചയക്കുകയാണ്. നിങ്ങൾക്ക് ഇത് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് എന്താണ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അയാളെ തിരിച്ചയക്കാനുള്ള അധികാരം നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതേ സമയം എന്ത് ചെയ്യണം, അയാൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് കാര്യങ്ങളൊന്നും അയാളുടെ കയ്യിലില്ല. കാരണം ആസ് എ പ്രൊസീജിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് അതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അയാൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വയം തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, അയാൾക്ക് ആ ഗവൺമെൻറ് സ്കീം കൊടുക്കുകയാണ്. ഓക്കെ, ആ സ്കീം കൊടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ ചെയ്യുന്നത് എന്താണ്, വയലേഷൻ ഓഫ് ദി പ്രൊസീജിയറാണ്. ഓക്കെ, പ്രൊസീജിയർ നിങ്ങൾ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊസീജിയർ വയലേറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. പക്ഷേ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ആ നിയമം എന്താണോ അനുശാസിക്കുന്നത് ആ കാര്യം നിങ്ങൾ ചെയ്യണം. കാരണം ഈ നിയമം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, പാവപ്പെട്ട പൂറായിട്ടുള്ള ആളുകൾ അവർക്ക് എന്ത് ചെയ്യണം, ബെനിഫിറ്റ് കിട്ടണം, അവർക്ക് ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്കീം ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിയമം നിലനിൽക്കുന്നത്. പക്ഷേ അതിലൊരു പ്രൊസീജിയർ പറയുന്നുണ്ട്, അത് എന്തിനു വേണ്ടിയിട്ടാണ്, കൃത്യമായിട്ടുള്ള ബെനിഫിഷ്യറീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. പക്ഷേ അത് കാരണം ഇയാൾക്ക് എന്ത് കിട്ടുന്നില്ല, ഈ ബെനിഫിറ്റ് കിട്ടുന്നില്ല. കാരണം ആ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റ് ഇയാളുടെ കയ്യിലില്ല. അപ്പം അത് നോക്കാതെ നിങ്ങൾ അയാൾക്ക് എന്ത് ചെയ്യണം, ആ ഗവൺമെൻറ് സ്കീം കൊടുക്കണം. അപ്പോൾ പ്രൊസീജിയർ നിങ്ങൾ വയലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഗവൺമെൻറ് പ്രൊസീജിയർ നിങ്ങൾ അവിടെ വയലേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ഗുഡ് ഇൻറ്റൻഷനിൽ നിങ്ങൾ ആ കാര്യം ചെയ്യണം. അപ്പോൾ അത് പ്രൊസീജിയറൽ അൾട്രാ വിറസ് ആണ്, പക്ഷേ അത് സബ്സ്റ്റാൻറ്റീവ് അൾട്രാ വിറസ് ആണോ, അല്ല. കാരണം ആ നിയമം എന്താണോ നിലകൊള്ളുന്നത് ആ സബ്സ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ പറയാമല്ലോ, അതിൻ്റെ ഒരു എസൻസ്, അത് ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ബൈ സ്പിരിറ്റ് നിങ്ങൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. പക്ഷേ ആ നിയമം പറഞ്ഞ പോലെയല്ല നിങ്ങളത് ചെയ്യുന്നത്, പക്ഷേ ആ നിയമം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ചെയ്തു. ഓക്കെ, അപ്പോൾ അതെന്താണ്, പ്രൊസീജിയറൽ അൾട്രാ വിറസ് ആണ്, പക്ഷേ സബ്സ്റ്റാൻറ്റീവ് അല്ല. സബ്സ്റ്റാൻറ്റീവ് എന്ന് പറയുന്ന സമയത്ത് ആ നിയമം ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല, അതിൻ്റെ പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അത് സബ്സ്റ്റാൻറ്റീവ് വിറസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡിഫറൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അൾട്രാ വിറസ് എന്ന് പറയുന്നത്. അതിന് രണ്ട് കമ്പോണൻറ്റ് വരുന്നുണ്ട്, ഒന്ന് സബ്സ്റ്റാൻറ്റീവ്, അതുപോലെ തന്നെ രണ്ടാമത്തത് പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒന്നാമത്തത്, ഇറ്റ് മീൻസ് ആക്ഷൻ ടേക്കൺ വിത്തൗട്ട് പ്രിൻസിപ്പിൾ, ഫെയർനെസ് ആൻഡ് റീസൺഡ് ജസ്റ്റിഫിക്കേഷൻ. എന്ന് വെച്ചാൽ തോന്നിയ പോലെ നിയമം നടപ്പാക്കുകയാണ്. അതിന് ഈ പറയുന്ന നിയമത്തിൻ്റെ പ്രാബല്യമോ അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള തത്വമോ പ്രിൻസിപ്പിൾസോ അതല്ലെങ്കിൽ സുതാര്യതയോ നന്മയോ അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ലോജിക്കോ ഒന്നും നോക്കുന്നില്ല. നിങ്ങൾ തോന്നിയ പോലെ നിങ്ങൾ അധികാരം ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന അധികാരം തോന്നിയ പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇറ്റ് ഈസ് എ വയലേഷൻ ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആണ്. ഓക്കെ, അടുത്തത് ആർബിട്രറി മീൻസ് ഡിപ്പെൻഡിങ് ഓൺ ഇൻഡിവിജ്വൽ വിൽ, പ്ലഷർ ഓർ ബേസ്ഡ് ഓൺ ലോ ഓർ റീസൺ ആൻഡ് നോട്ട് ബേസ്ഡ് ഓൺ ദി ലോ ഓർ റീസൺ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രേഷൻ എന്ന് പറയുമ്പം എൻ്റെ സ്വന്തം താല്പര്യത്തിന്, സ്വാർത്ഥ താല്പര്യത്തിന്, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, നിയമത്തിന് ഉപയോഗിക്കണം, അധികാരത്തിന് ഉപയോഗിക്കണം. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്ന് പറയുന്നത്. ദെൻ ആക്ഷൻ ലാക്കിംഗ് എനി ലീഗൽ ഓതോറിറ്റി ഗൈഡ് ലൈൻസ് ഓർ ഫെയർനെസ്. ഓക്കെ, അതായത് ഒരു ഓതോറിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ലീഗലായിട്ടുള്ള, അതായത് നിയമപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രാബല്യമോ അതല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഗവൺമെൻറ് ഗൈഡ് ലൈൻസോ ഇനി അതും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സുതാര്യമായിട്ടുള്ള സംവിധാനങ്ങളോ ഒന്നും ഫോളോ ചെയ്യാതെയുള്ള ആക്ഷൻസ് ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത്
ഈ പറയുന്ന പോലെ ജസ്റ്റിസ് കെ മാത്യുവിൻ്റെ അടിസ്ഥാനത്തിൽ ആർബിട്രറിനെസ് ഈസ് ദ വെരി നെഗേഷൻ ഓഫ് ദി റൂൾ ഓഫ് ലോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ആർബിട്രറിനെസ് പറയുന്ന സമയത്ത് നമ്മൾ റൂൾ ഓഫ് ലോ പറയുന്നത്. കാരണം റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് നിയമം നിങ്ങൾ അനുശാസിക്കുക, അതാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, ഇക്വാലിറ്റി ബിഫോർ ലോ വരുന്നുണ്ട്, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ വരുന്നുണ്ട്. ഇതൊക്കെ റൂൾ ഓഫ് ലോയുടെ കമ്പോണൻസ് ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ ആർബിട്രറിനെസ് വരുന്ന സമയത്ത് ഇതെല്ലാം തന്നെ ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി വയലേഷൻ ഓഫ് ദി റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നെഗേഷൻ ഓഫ് ദി റൂൾ ഓഫ് ലോ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് സംഭവിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാമാണ് വരുന്നത്. ഒന്ന്, ആബ്സെൻസ് ഓഫ് ദി ഗൈഡ് ലൈൻസ് ഓർ ദി സ്റ്റാൻഡേർഡ്. അതായത് നിങ്ങൾക്കറിയാലോ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് വരുന്നുണ്ട്. അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ വരുന്നില്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ദി ഗൈഡ് ലൈൻസ് ഓർ ദി സ്റ്റാൻഡേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ എന്താണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആണ്. അടുത്തത് പേഴ്സണൽ വിംസ് ഓർ ദി കപ്രൈസ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റർ. അതായത് അയാൾ കൺസിഡർ ചെയ്യുന്നത് അയാളുടെ സ്വന്തം താല്പര്യമാണ്. വിംസ് ആൻഡ് ഫാൻസീസ് എന്ന് പറയും. അതായത് അയാളുടെ താല്പര്യങ്ങൾ, അയാളുടെ ഇൻട്രസ്റ്റ്, ഇതാണ് അയാൾ മുൻഗണന കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആണ്. അടുത്തത് ഡിസ്ക്രിമിനേഷൻ വിത്തൗട്ട് റാഷണൽ ബേസിസ്. അതായത് അതിനൊരു അടിസ്ഥാനമില്ല, ഒരു ലോജിക്കില്ല. ആ ലോജിക്ക് ഇല്ലാതെ എന്ത് ചെയ്യാണ്, അയാൾ വേർതിരിവ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസിൻ്റെ ഭാഗമായിട്ട് വരും. അടുത്തത് വയലേഷൻ ഓഫ് ദി എസ്റ്റാബ്ലിഷ്ഡ് ലീഗൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ലീഗൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് മുഴുവൻ എന്ത് ചെയ്യാണ്, വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അടുത്തത് ലാക്ക് ഓഫ് ഫെയർ പ്രൊസീജിയർ ഓർ റീസൺഡ് ഡിസ്ട്രിക്ഷൻ. അതായത് സുതാര്യമായിട്ടുള്ള സംവിധാനങ്ങളോ അതല്ലെങ്കിൽ ഒരു ലോജിക്കലായിട്ടുള്ള റീസൺസോ ഒന്നും അവിടെ വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് കിട്ടിയിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പുതിയ 2 കാറ് വാങ്ങുകയാണ്. ഒന്ന് പറയുന്ന പോലെ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, രണ്ടാമത് എനിക്ക് ട്രാവൽ ചെയ്യാൻ. ഇത് പൊതുപണമാണ്, പൊതുപണം ഉപയോഗിച്ചിട്ടല്ല ഞാനത് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും റീസെൻറ്റ് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടോ, ഒന്നും വരുന്നില്ല. ഓക്കെ, ഇതിനടുത്തത് ഫെയിലിയർ ടു അപ്ലൈ മൈൻഡ് ടു റെലവൻറ്റ് കൺസിഡറേഷൻ. അതായത് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്. ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ തൊട്ട് മുമ്പിൽ കുറേ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ആ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിൽ ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും എന്ത് വരുന്നുണ്ട്, ഇറ്റ് ഈസ് എ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തിനും ഓർത്ത് വയ്ക്കണം. ഇനി അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വൈ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ഇസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് ഭരണഘടനയുടെ വ്യക്തമായിട്ടുള്ള ലംഘനമായിട്ട് മാറുന്നുണ്ടെന്നുള്ളതാണ്. സോ ഒന്നാമത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി വയലേഷൻ ഓഫ് ദി ബേസിക് സ്ട്രക്ചറാണ്. കാരണം ബേസിക് സ്ട്രക്ചറിൽ എന്ത് പറയുന്നുണ്ട്, റൂൾ ഓഫ് ലോ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ്റെ ഭാഗമായിട്ട് റൂൾ ഓഫ് ലോ വരുന്നുണ്ട്, നിയമവാഴ്ച വരുന്നുണ്ട്. ആ നിയമം, കാരണം നിയമം അനുശാസിക്കാതെയാണ് ആളുകൾ ഇത്തരത്തിലുള്ള സ്വന്തം താല്പര്യപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിയമവാഴ്ച ഉണ്ടാവില്ല. അടുത്തത് കോൺട്രാക്ട്സ് ഇക്വാലിറ്റി അല്ലെങ്കിൽ ബിഫോർ ദി ലോ. ഓക്കെ, അതായത് കോൺട്രാഡിക്ട്സ് ദി ഇക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിൻ്റെ മുൻപിൽ എല്ലാവരും സമന്മാരാണ്, തുല്യരാണ് എന്ന് പറയുന്ന കാര്യത്തിന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആർട്ടിക്കിൾ 14 കീഴിൽ വരുന്നതാണ് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇതിനടുത്തത് ഇൻഫ്രിഞ്ചസ് ദ റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി അണ്ടർ ആർട്ടിക്കിൾ 21. കാരണം തോന്നിയ പോലെ ഇപ്പോൾ ഞാൻ അധികാരം ഉപയോഗിക്കുകയാണ്, എൻ്റെ ഓപ്പോസിഷൻ നിൽക്കുന്ന അല്ലെങ്കിൽ എനിക്ക് എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ ജയിലിലാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ മേൽ കേസ് ചുമത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്, അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ ഞാൻ അധികാരം ഉപയോഗിക്കാമെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും എന്താണ്, ആർട്ടിക്കിൾ 21 ലംഘനമാണത്. ഓക്കെ, അവരുടെ ഡിഗ്നിഫൈഡ് ലൈഫ് ഇല്ലാതാക്കുകയാണ്, അവരുടെ റൈറ്റ് ടു ലൈഫ് ഇല്ലാതാക്കുകയാണ്, അവർ അന്യായമായിട്ട് തടങ്കലിലേക്ക് വെക്കുകയാണ്. ഇതൊക്കെ ഈ പറയുന്ന രൂപത്തിലേക്ക് ആർട്ടിക്കിൾ 21 ഭാഗമായിട്ട് വരുന്നുണ്ട്. അന്യായമായിട്ട് തടങ്കലിൽ വെക്കുന്നത് ഡെഫിനറ്റ്ലി ആർട്ടിക്കിൾ 21 കീഴിലാണ്. പക്ഷേ ഞാനതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇതിനടുത്തത് ഡിഫീറ്റ്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദി നാച്ചുറൽ ജസ്റ്റിസ്. കാരണം അടിസ്ഥാന നാച്ചുറൽ ജസ്റ്റിസ് നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്തായാലും അതിൻ്റെ വയലേഷൻ ആണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. കാരണം ബൈ ഡിഫോൾട്ട്, ബൈ ബർത്ത്, ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് കിട്ടേണ്ട കുറച്ച് അവകാശങ്ങൾ, കുറച്ച് ന്യായം, നീതി വരുന്നുണ്ട്. അതാണ് ഈ പറയുന്ന നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അടുത്തത് എൻ്റെ പബ്ലിക് ഫെയ്ത്ത് ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ. ജനങ്ങൾക്ക് ഭരണ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ അത് കാരണമാവും. എന്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇനി ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എഗെയിൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്. ഈ പറയുന്ന പോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതിൽ ആദ്യം വരുന്നതാണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്, ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളെയും വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് പാടില്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെ സേവനങ്ങൾ നൽകണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനൈ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ദി ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ വിത്തിൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. രണ്ട് കൺസെപ്റ്റ് വരുന്നുണ്ട്, ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഓക്കെ, രണ്ട് കൺസെപ്റ്റും വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും വരുന്നുണ്ട്. ഇതിനടുത്തത് ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ഡൈസീസ് കൺസെപ്റ്റ് പ്രകാരം നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്. കാരണം ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ജനങ്ങൾ അതായത് നമ്മളൊക്കെ എന്താണ്, വി ആർ സബ്ജക്റ്റ് ടു ലോ എന്ന് വെച്ചാൽ ലോ ആണ് നമ്മുടെ മുകളിൽ കിടക്കുന്നത്. എന്നാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് കൺസെപ്റ്റ് ആണ്. കാരണം എന്നെ സംരക്ഷിക്കാൻ നിയമം ബാധ്യസ്ഥയുണ്ട്, അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യസ്ഥതയുണ്ട്. അപ്പം അവിടെ ഞാനാണ് മുകളിൽ നിൽക്കുന്നത്, എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിയമം നിലകൊള്ളുന്നത്. അപ്പം അവിടെ എനിക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്നു, അത് പോസിറ്റീവ് കൺസെപ്റ്റാണ്. രണ്ടാമത്തത് എന്താണ്, നിയമത്തിൻ്റെ മുമ്പിൽ ഞാൻ സബ്ജക്റ്റീവാണ്, എന്ന് വെച്ചാൽ ഞാൻ എന്താണ്, ഐ ആം സബ്ജക്റ്റ് ടു ദ ലോ ആണ്. അപ്പം നിയമം അതിൻ്റെ കീഴിലാണ് ഞാൻ വരുന്നത്, അപ്പം ഞാൻ താഴെയാണ്, നിയമം മുകളിലാണ്, അതൊരു നെഗറ്റീവ് കൺസെപ്റ്റാണ്. എന്നാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുമ്പോൾ എന്നെ സംരക്ഷിക്കാനാണ് നിയമം, ഞാനാണ് മുകളിൽ, എനിക്കാണ് ഇമ്പോർട്ടൻസ്, അത് പോസിറ്റീവ് കൺസെപ്റ്റാണ്. ഓക്കെ, ആ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് ഇക്വാലിറ്റി ഈസ് അനിസ്തെറ്റിക് ടു ആർബിട്രറിനെസ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റാണ്. കാരണം എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ആർബിട്രറീസ്, കാരണം ഒരാളെ മാത്രം നിങ്ങൾക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. അങ്ങനെ വേർതിരിച്ച് കാണുന്ന സമയത്താണല്ലോ ആർബിട്രറിനെസ് വരുന്നത്. എല്ലാവരും നിങ്ങൾ ഒരേപോലെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ വെക്കുന്നില്ല, നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കക്ഷി താല്പര്യങ്ങളോ ഒന്നും നിങ്ങളവിടെ വെക്കുന്നില്ല, എല്ലാവരും നിങ്ങൾ ഈക്വലായിട്ട് കാണുന്നു എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വയം തീരുമാനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് ആർട്ടിക്കിൾ 21. ഇതും എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്സിന് എഗൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. നോ പേഴ്സൺ ഷാൾ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. നിയമം അനുശാസിക്കുന്ന വിധമല്ലാതെ ഒരാളുടെ കാര്യങ്ങളൊന്നും എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ പറയുന്ന ഈ കൺസെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, ഈ കൺസെപ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആക്കുന്നുണ്ട്. ഓക്കെ, ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. ഓക്കെ, ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ളത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ലോ ലെജിറ്റിമേറ്റ് ആണോ എന്നുള്ളത് മാത്രമല്ല, ആ നിയമം ഫെയർ ആണോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യും. ഓക്കെ, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ, നിയമം ഉണ്ടോ എന്നുള്ളത് മാത്രം, അതായത് ലെജിറ്റിമേറ്റ് നിയമമാണോ എന്നുള്ളത് മാത്രമേ നോക്കുകയുള്ളൂ. എന്നാൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ വരുന്ന സമയത്ത് എന്താണ്, ഫെയർനെസ് ഓഫ് ദി ലോ, ആ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യും. അപ്പോൾ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്താണ്, വൈഡറാണ്. ഓക്കെ, ആ കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് പ്രൊസീജിയർ മസ്റ്റ് ബി ഫെയർ, ജസ്റ്റ് ആൻഡ് റീസണബിൾ. ഓക്കെ, കൃത്യമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോജിക്കൽ ആൻഡ് റീസണബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ ജസ്റ്റിഷ്യബിൾ ആയിട്ടുള്ള, നീതി ഉറപ്പാക്കുന്നതിന് അല്ലെങ്കിൽ നീതിപരമായിട്ടായിരിക്കണം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ അതെന്തല്ല, ആർബിട്രറിനെസ് അല്ല. അപ്പം അതും എന്തിൻ്റെ കീഴിൽ വരുന്നുണ്ട്, ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്നുണ്ട്. ഇതിനടുത്തത് വൈഡ് എക്സ്പാൻഷൻ ത്രൂ ജുഡീഷ്യൽ ആക്ടിവിസം സിൻസ് 1978. 1978 മുതൽ നമുക്ക് ഈ പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. എസ്പെഷ്യലി ഏത് മുതലാണ്, ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, അതുമുതൽ ജുഡീഷ്യൽ ആക്ടിവിസം വരുന്നുണ്ട്. ഓക്കെ, അതുവരെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ജുഡീഷ്യൽ ആക്ടിവിസവും പിന്നീട് ജുഡീഷ്യൽ ഓവർറീച്ചും ഒക്കെ വരുന്നുണ്ട്. അതായത് ജുഡീഷ്യറി പ്രൊആക്റ്റീവായിട്ട് ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ജുഡീഷ്യൽ ആക്ടിവിസമാണ്. എന്നാൽ അതേസമയം ജുഡീഷ്യറി തൻ്റെ ബൗണ്ടറി വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജുഡീഷ്യൽ ഓവർറീച്ച് ആയിട്ട് മാറും. ഓക്കെ, അത് ആവശ്യമായിട്ട് വരുന്നില്ല, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ജുഡീഷ്യൽ ആക്ടിവിസം വളർന്നു വരുന്നതിന് ഇത് കാരണമായിട്ട് മാറുന്നുണ്ട്, എസ്പെഷ്യലി ആർട്ടിക്കിൾ 21 ഇൻ്റർപ്രിട്ടേഷൻ. ഇതിനടുത്തത് എൻകംപാസ് ഡിഗ്നിറ്റി, പ്രൈവസി, ലൈവ്ലിഹുഡ്, ഷെൽട്ടർ. ഇതാണ് ഞാൻ പറഞ്ഞത്, ആർട്ടിക്കിൾ 21 കീഴിൽ ഒരുപാട് കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. ഒന്ന് ഡിഗ്നിഫൈഡ് ലൈഫ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റൈറ്റ് ടു പ്രൈവസി വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുട്ടുസ്വാമി കേസ് പ്രകാരം റൈറ്റ് ടു പ്രൈവസി വരുന്നുണ്ട്. ദെൻ സെക്കൻഡ് പുട്ടുസ്വാമി കേസ് വരുന്നുണ്ട് റിഗാർഡിംഗ് ആധാർ കേസ്. അപ്പോൾ ആധാർ കേസിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് പുട്ടുസ്വാമി കേസിൽ എന്ത് വരുന്നുണ്ട്, അവിടെ ഈ പറയുന്ന റൈറ്റ് ടു പ്രൈവസി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈവ്ലിഹുഡ് വരുന്നുണ്ട്, എന്ന് വെച്ചാൽ എനിക്ക് ജീവനോപാധി കിട്ടണം, ആ ജീവനോപാധി ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, എനിക്ക് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഞാൻ എൻ്റെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് വരും, അത് പാടില്ല. അടുത്തത് റൈറ്റ് ടു ഷെൽട്ടർ വരുന്നുണ്ട്, എവിടെയെങ്കിലും കയറി താമസിക്കാൻ അല്ലെങ്കിൽ ഒരു കൂര എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആർട്ടിക്കിൾ 21 ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക.
ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കേസുകളിൽ ഇത്തരത്തിലുള്ള ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് ആർബിട്രറിനെസ് അതെങ്ങനെല്ലാം നെഗേറ്റ് ചെയ്യാം എന്നുള്ള കേസുകൾ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ കേസുകൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കില്ല. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ചില കേസുകളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹുസൈനര കട്ടൂൺ കേസൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ ഇതിൽ ആദ്യം വരുന്നതാണ് ഈ പറയുന്ന EP റോയപ്പ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന PN ഭഗവതി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കേസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗോഡ് ഫിഗർ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഫൗണ്ടിങ് കൺസെപ്റ്റായിട്ട് വരുന്നതാണ് PN ഭഗവതി എന്ന് പറയുന്നത്. ഓക്കെ, ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഓർത്ത് വയ്ക്കണം. ഇവിടെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കേസുകളാണ് ഇതൊക്കെ. ഓക്കെ, ഇതിനടുത്തതാണ് മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് വരുന്നുണ്ട്. സോ അതിലാണ് ഗോൾഡൻ ട്രയാങ്കിൾ ഓഫ് ആർട്ടിക്കിൾ 14, 19 ആൻഡ് 21 വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ അണ്ടർ ആർട്ടിക്കിൾ 21 മസ്റ്റ് ബി ജസ്റ്റ്, റൈറ്റ് ആൻഡ് ഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആയിട്ട് മാറുന്നതാണ് മേനകാ ഗാന്ധി കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ദെൻ ഹസൈൻ വേഴ്സസ് ഖാലിദ് മുജീബ് കേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷെട്ടി വേഴ്സസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി കേസ് വരുന്നുണ്ട്. അത് ഗവൺമെൻറ് മസ്റ്റ് ഫെയർലി ആൻഡ് റീസണബിളി വൈൽ അവാർഡിംഗ് കോൺട്രാക്ട് ആർബിട്രറിനെസ് ലീഡ് ടു വയലേഷൻ ഓഫ് ദി ആർട്ടിക്കിൾ 14. ഗവൺമെൻറ് തോന്നിയ പോലെ ആളുകൾക്ക് കോൺട്രാക്ട് കൊടുക്കാൻ പറ്റില്ല. അത് കൃത്യമായിട്ടുള്ള പ്രൊസീജിയറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ വിഴിഞ്ഞം കേസിലൊക്കെ നടക്കുന്നത് ഈ ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, ഗവൺമെൻറ് തോന്നിയ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആളുകൾക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഗവൺമെൻറ് ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അടുത്തത് ശ്രീലേഖ വിദ്യാർത്ഥി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസ് വരുന്നുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ആർബിട്രറി ടെർമിനേഷൻ ഓഫ് ഗവൺമെൻറ് കൗൺസിൽസ് സ്ട്രക്ക് ഡൗൺ. ഓക്കെ, അതായത് ഈ പറയുന്ന ഗവൺമെൻറ് കൗൺസിൽസിൻ്റെ ഒക്കെ ആർബിട്രറി ആയിട്ടുള്ള എൻഡിങ് എന്ന് പറയുന്നത് അത് ഒഴിവാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആർബിട്രറി യൂസ് ഓഫ് പവർ പാടില്ല എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ജഡ്ജ്മെൻറ്റാണ്. ഇതല്ലാതെ ഒരുപാട് ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ ജഡ്ജ്മെൻറ്റുകൾ ഉണ്ട് എന്നുള്ളത് മാത്രം ഞാൻ അവിടെ പറയാണ്. കാരണം നമുക്ക് പഠിക്കാനുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എഗെയിൻസ്റ്റ് ആർബിട്രറി, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് വന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ളത് ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്താണ്, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്തുകൊണ്ട് വേണം, എന്തുകൊണ്ട് പാടില്ല, അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ കീഴിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോയുടെ വയലേഷനാണ്. റൂൾ ഓഫ് ലോയുടെ കമ്പോണൻസ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ജുഡീഷ്യറി അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ആക്ഷൻസ് ടു പ്രിവെൻറ്റ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജുഡീഷ്യറി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അഗെയിൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്. ഭരണഘടനാപരമായിട്ട് എന്തെല്ലാം സംവിധാനങ്ങൾ, സിസ്റ്റംസ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. സോ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അഗെയിൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു റിവിഷൻ പോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായിരിക്കും. ഓക്കെ, ഇവിടെയാണ് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ റിട്ടുകളൊക്കെ വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈ പറയുന്ന പ്രൊഹിബിഷൻ വരുന്നുണ്ട്, സെർഷോറി വരുന്നുണ്ട്, കോ വാറൻറ്റ് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള റിട്ടുകളൊക്കെ എന്താണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അഗെയിൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആണ്. അതുപോലെ തന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അതിൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പറയാനുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹുസൈനര കട്ടൂൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസ് എന്ന് പറയുന്നത്. അതുപോലെ MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പൊല്യൂഷൻസിൻ്റെ കേസിലേക്കൊക്കെ, അതായത് ഈ പറയുന്ന ഗ്രീൻ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഭാഗമായിട്ട് മാറുന്നത് MC മേത്ത കേസിൻ്റെ ശേഷമാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഓർത്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതേ സമയത്ത് 1986 സമയത്ത് തന്നെയാണ് എന്ത് വരുന്നത്, നമ്മുടെ എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. ഓക്കെ, 1986 അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു MC മേത്ത കേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അത് എൻവിറോൺമെൻറ്റൽ ജസ്റ്റിസ് ഹാസ് ഗിവൺ എ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ്. ഓക്കെ, അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഈ പറയുന്ന എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, എൻവിറോൺമെൻറ്റൽ ജസ്റ്റിസ് അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് മാറുന്നത് ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ വിശാഖ വേഴ്സസ് സ്റ്റേറ്റോ, അതായത് വിശാഖ ഗൈഡ് ലൈൻസ് ഒക്കെ വരുന്നത് ഈ പറയുന്ന വിശാഖ കേസിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, സോ ഇവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന PILൻ്റെ ആപ്ലിക്കേഷനായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ, ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമുക്കിനി ഒരു ക്ലാസ്സും കൂടെ വേണ്ടി വരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു റിവിഷൻ പോലെ ആയിരിക്കും. പിന്നെ നമ്മൾ നേരെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷനിലേക്കും പിന്നീട് അങ്ങനെ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആ കാര്യങ്ങളായിരിക്കും പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നോട്ട് നന്നായിട്ട് വായിക്കുക. നോട്ടിൽ ഇപ്പം അഡീഷണൽ ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.